Good morning. Good morning, everybody. Okay. മാജിക് കാണാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? എവരിബഡി? യെസ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു ജാലവിദ്യ അല്ല ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ കാണുമ്പോൾ വളരെ നിറപ്പകിട്ടോടുകൂടി കുറേ മാജിക്കല്ല പ്രതീക്ഷിക്കുന്നത് അല്ലേ? നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന മാജിക് ഇൻ്ററാക്റ്റീവ് മാജിക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഇൻ്ററാക്റ്റീവ് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊക്കെ ഇടപെട്ട് സംസാരിച്ച് നിങ്ങളെ കൂടി വേദിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെയും കൂടി ഇടപെട്ടുകൊണ്ടുള്ള മാജിക്കാണ്. താല്പര്യമുണ്ടോ? യെസ്. എങ്കിൽ ജസ്റ്റ് ഗിവ് മീ ക്ലാപ്പ്. യാ, താങ്ക് യു. ഓ, പ്രത്യേകം മ്യൂസിക്കൊന്നുമില്ല. നമ്മൾ മാജിക്കിൽ നേരിട്ട് കിടക്കുന്നു. ആരുടെ യു ആർ റെഡി? യാ. ഞാൻ ഒരു കാര്യം പറയാം. സാധാരണഗതിയിൽ ഒരു മാജിക് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ കരുതിയിരുന്നത് മാജിക് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകളിൽ വിസ്മയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇല്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇല്യൂഷൻ എന്ന് വെച്ചാൽ തോന്നൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ട് എന്നോ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു തോന്നലാണെന്നോ ധരിപ്പിക്കുന്ന ഒരു ഇല്യൂഷൻ, അതായിരുന്നു മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ആൾക്കാർ മാജിക് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മജീഷ്യൻ വേദിയിൽ എന്ത് ചെയ്താലും ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏത് വസ്തു എടുത്താലും നമ്മുടെ തോന്നലാണെന്ന് കരുതും. മജീഷ്യൻ എന്ത് ചെയ്താലും നമ്മുടെ മനസ്സ് തോന്നിപ്പിച്ചാണ്. പണ്ട് കാലത്ത് ഇതിന് വേറൊരു പേരിടുകയുണ്ട്, കൺകട്ട് എന്ന് പറയും. അപ്പോൾ ഇത് കൺകട്ടാണെന്ന് കരുതുന്ന രീതിയുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ന് കൈവശം ഒരു സാധനം ഇരിപ്പുണ്ടത്. ആർക്കെങ്കിലും പരിചയമുണ്ടോ? അത് കണ്ടിട്ട് പരിചയമുള്ള വസ്തുവായിട്ട് തോന്നുന്നുണ്ടോ? വളരെ പരിചയമുള്ള, പറയൂ, എന്തായിരിക്കും ഇത്? ഇത് റോപ്പ്. ഒരു റോപ്പാണ്, ഒരു വൈറ്റ് റോപ്പാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റോപ്പ് കൊണ്ട്, സാധാരണ പണ്ട് കാലങ്ങളിൽ മജീഷ്യന്മാർ എന്ത് മാജിക്കിന് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ പറയുക നമ്മുടെ തോന്നലാണെന്നാണ്. മജീഷ്യൻ ഒരു റോപ്പ് എടുത്ത് മാജിക് ചെയ്യുന്ന ആൾക്കാർ പറയും ഇതും തോന്നലാണ്. തോന്നലാണോ? റോപ്പില്ലേ കയ്യിൽ? എൻ്റെ കയ്യിൽ റോപ്പില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചാണ് ചെയ്യുന്നത്. റോപ്പ് ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. റോപ്പ് കാണാൻ എല്ലാവർക്കും വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ മുൻകാലങ്ങളിലൊക്കെ മാജിക്കിന് പോകുമ്പോൾ റോപ്പിന് ഇങ്ങനെ വെറും റോപ്പുമായി ചെയ്യുന്നല്ല മാജിക്. റോപ്പിനെ എടുത്തിട്ട് ഒരു കത്രിയൊക്കെ എടുത്ത് കട്ട് ചെയ്തൊക്കെ മാജിക് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഈ പുസ്തകത്തിൽ നിന്നിട്ട് റോപ്പിനെ കട്ട് ചെയ്യാൻ റിയലി ഞാൻ സിസ്റ്റേഴ്സ് എടുത്തിട്ടില്ല. റോപ്പ് കട്ട് ചെയ്യാൻ സിസ്റ്റേഴ്സ് എടുത്തിട്ടില്ല. എങ്കിലും എനിക്ക് നിങ്ങൾ ഇത്രയും കുട്ടികൾ ഇവിടെ ഇരിക്കുകയാണ്, ഒത്തിരി മുതിർന്നവരുണ്ട്. നമ്മുടെ ഈ പുസ്തകത്തിന് പറ്റിയ പ്രത്യേകത ഒരുപാട് കഥകളും കവിതകളും ലേഖനങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഈ കഥകളുടെയും നോവലുകളുടെയും പറ്റിയ ഒരു പ്രത്യേകത ഇമാജിനേഷനാണ്, സങ്കല്പിക്കാനുള്ള കഴിവാണ് അല്ലേ? എത്രത്തോളം ഭാവനാശേഷിയുണ്ടോ അത്രത്തോളം നമുക്ക് ഒരു സൃഷ്ടികൾ നടത്താൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ നോക്കുക, നിങ്ങളുടെ ഇമാജിനറി പവറാണ്, നിങ്ങളുടെ സങ്കല്പിക്കാനുള്ള കഴിവാണ്. യു ക്യാൻ സീ ദിസ് റോപ്പ് ആൻഡ് ദി ടു എൻഡ്സ് ആൻഡ് ദ മിഡിൽ പോർഷൻ. നിങ്ങൾ കരുതേണ്ടത് എൻ്റെ കയ്യിൽ സിസേഴ്സ് ഉണ്ട് എന്നാണ്. സൗണ്ട് കേൾക്കാൻ തോന്നുന്നു, പക്ഷേ കത്രിയെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കരുതേണ്ട സിസേഴ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ഇമാജിൻ വളരെ ക്ലിയർ ആണെങ്കിൽ, ഇമാജിൻ കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കട്ട് ദിസ് റോപ്പ് വിത്ത് ദിസ് ഫിംഗേഴ്സ്. ഇമാജിൻ 1 2 3. നിങ്ങളുടെ ഇമാജിൻ വളരെ ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് ഇപ്പോൾ 2 കയറി കഷ്ണം കേട്ടിട്ടുണ്ട്, ലൈക്ക് ദിസ് ടു. ഞാനും പണ്ട് ഈ മാജിക് കണ്ടപ്പോൾ കൈയടിക്കാൻ മറന്നുപോയായിരുന്നു. ഇതെങ്ങനെയാണ് നടക്കുന്നത് അറിയാഞ്ഞിട്ടാണ് കൈയടിക്കാൻ മറന്നത്. പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാർ പറയും ഇത് ഇല്യൂഷനാണ്, കയറ് മുറിച്ചിട്ടുണ്ടാകില്ല. അതിപ്പോഴും പഴയതുപോലെ മജീഷ്യൻ ഒരു കാര്യം വിശ്വസിക്കാത്തതുകൊണ്ട് പറയും ഇത് തോന്നലാണ്, കയറ് മുറിച്ചിട്ടുണ്ടാകില്ല, അത് പഴയതുപോലെ സിംഗിൾ റോപ്പായി ഒറ്റ റോപ്പായി ഇരിപ്പുണ്ടെന്നാണ് പറയുക. ഓക്കെ, ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ വീണ്ടും തിരിച്ചപ്പോൾ റോപ്പിന് കൃത്യമായിട്ട് 2 എൻഡുകൾ ഉണ്ടായിരിക്കും. 2 എൻഡും ഒരു സെൻറ്റർ പോർഷനുമുള്ള നമുക്ക് റോപ്പ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. 2 എൻഡുകളും ഒരു മധ്യഫോൾ റോപ്പ് എന്ന് വിളിക്കാമെങ്കിൽ ഇതുപോലെ മൂന്നാമത് എൻഡ് ഉണ്ടെങ്കിൽ വാട്ട് ക്യാൻ വി കോൾ ഇറ്റ് റോപ്പ് വിത്ത് 3 ends അല്ലേ? അതൊരു ലോജിക്കില്ല. 3 എൻഡുള്ള ലോജിക്ക് റോപ്പ് എന്ന് പറയുന്ന ലോജിക്കല്ല. കുറഞ്ഞപക്ഷം ലോജിക്ക് ആകണമെങ്കിൽ ഇതുപോലെ 1 2 3 and 4 4ാമത് എൻഡ് കൂടി ആവശ്യമുണ്ട്. 4 എൻഡ് ഉണ്ട് എങ്കിൽ നമുക്കിതിനെ റോപ്പ് എന്ന് വിളിക്കാം എന്നല്ല. സത്യത്തിൽ 4 ഉണ്ടെങ്കിൽ റോപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് റോപ്സ്, കയറുകളായിരിക്കും. സോ വൺസ് അഗെയിൻ വി ഹാവ് 2 ropes. അപ്പോഴും പ്രശ്നം ഇതാണ്, മാജിക്ക് തോന്നലാണ് അല്ലേ? 2 റോപ്പ് തോന്നലാണ്. കാര്യം റോപ്പിൻ്റെ മധ്യഭാഗം തമ്മിൽ കൂടിച്ചേർന്ന് വീണ്ടും പഴയതുപോലെ സിംഗിൾ റോപ്പായി ഒറ്റ റോപ്പായി യാതൊരു കുഴപ്പം കൂടെ ഇരിപ്പുണ്ടാവും. നമ്മൾ അല്പ സാഹിത്യ കുതികളായതുകൊണ്ട് തന്നെ മനസ്സിലേക്ക് ആദ്യം കുറേ പഴഞ്ചൊല്ലുകളും കടങ്കഥകളുമാണ്. മലയാളത്തിൽ കയറിൻ്റെ പേര് ഒരൊറ്റ പ്രാവശ്യം പോലും പറയാതെ കയറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മലയാള പഴഞ്ചൊല്ല്.
ഞങ്ങളെ കൊണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ തന്നെ പറയാം, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പഴഞ്ചൊല്ലുണ്ട്. അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പറയുമ്പോൾ കയറെന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആര് ഓർമ്മ വരും? കയറിനെ ഓർമ്മ വരും. അപ്പോൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, അത് ഞാനല്ല, ആര് കെട്ടിയാലും മുഴച്ചിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഞാൻ കയറിനെ ഏച്ചു കെട്ടുകയാണ്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നതിന് മാജിക് ഇല്ല കേട്ടോ, സത്യം, ഇതിന് മാജിക് ഇല്ല. കാര്യം ആര് കെട്ടിയാലും കയറ് കെട്ടിയാലും ഇവരെ മുഴച്ചിരിക്കും. പക്ഷെ മജീഷ് ഇതുപോലെ കയറ് കെട്ടിയ ആൾക്കാരെ പറയും ഇറ്റ് ഈസ് എ ഫാൾസ് നോട്ട്, കള്ളക്കെട്ടാണെന്ന് പറയും. റിയലി ഇറ്റ് ഇസ് എ ഫാൾസ് നോട്ട് ബിക്കോസ് വിത്ത് എ മാജിക് സാൾട്ട് the knot that falls. Wow. The knot falls and I have only a rope ring, a ring of rope. എന്താ കുഴപ്പമെന്നറിയോ? ഞാൻ പറയാം. ഇപ്പോൾ എനിക്കിതിനെ റോപ്പെന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ റോപ്പാണെങ്കിൽ 2 എൻഡ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ കുഴപ്പം വെച്ചാൽ ഇവിടെ 2 എൻഡുകൾ എൻ്റെ കയ്യിൽ റോപ്പ് ഇല്ലാതിരിപ്പുണ്ട്, ഇവിടെ റോപ്പ് ഇരിപ്പുണ്ട് 2 എൻഡുകളില്ലാണ്ട്. സോ ഇതിനെ റോപ്പാക്കി പറഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ പഴയ ഇമാജിനേഷൻ വേണ്ടി വരും. വീണ്ടും പഴയ സിസേഴ്സ് എടുക്കേണ്ടി വരും. ഫ്രം ദി എയർ ഇൻവിസിബിൾ സിസേഴ്സ് എടുക്കുക, നമ്മുടെ ഇമാജിനേഷൻ കൊണ്ടുവരിക, കട്ട് ഇറ്റ്. സോ വി ഹാവ് എ റോപ്പ് വിത്ത് 2 ends അഗെയിൻ. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ റോപ്പില്ലാത്ത 2 എൻഡുകളുണ്ട്. അത് ആരുടെ സ്വന്തമായിരുന്നു? നമ്മുടെ റോപ്പിൻ്റെ സ്വന്തമായിരുന്നു. ഇതിൻ്റെ കുഞ്ഞു റോപ്പ് വലിയ റോപ്പിന് സ്വന്തമായിരുന്നുകൊണ്ട് ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ്. എനിക്ക് ഈ മാജിക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഇതാണ്. വളരെ ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഭാഗവും ഇതാണ്. കാര്യം ഈ റോപ്പ് ഇതിൻ്റെ സ്വന്തമാണ്. ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നു. നോക്കിയിരിക്കുക, നോ മ്യൂസിക്, ബട്ട് ടട്ട നോക്കിയിരുന്നാൽ അറിയാൻ പറ്റും. ദ റോപ്പ് ഗോസ് ആൻഡ് മെൽറ്റ് വിത്ത് ദ ലോങ് റോപ്പ്. സ്മോൾ റോപ്പ് മെൽറ്റ് ചെയ്ത് ആ ലോങ് റോപ്പിലേക്ക് പതുക്കെ അലിഞ്ഞ് കയറിയിട്ട് ഒരു നോട്ട് പോലെ, കെട്ട് പോലെ ഇങ്ങനെ ഇരുന്ന് അലിഞ്ഞ് ചേർന്ന് കാണാൻ പറ്റും. ലൈക്ക് ദിസ്. റോപ്പ് കൊണ്ട് ഇങ്ങനെ കുറേ നേരം മാജിക് കാണിക്കാം. ഫൈനലിൽ ഒന്നുകൂടി ചെയ്ത് മതിയാക്കാം. നമുക്ക് അടുത്ത മാജിക്കിലേക്ക് കടക്കാനുള്ളതാണ്. റോപ്പിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഞാൻ റോപ്പിന് പറഞ്ഞ 2 എൻഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ മജീഷ്യൻ 2 എൻഡും പോക്ക് കാണിച്ചിട്ട് 2 എൻഡും പോക്കലിട്ട് 2 എൻഡും പോക്കലിലേക്ക് തന്നെ പോകും. പക്ഷേ മജീഷ്യൻ പോക്കറ്റിട്ടുകൊണ്ട് ആൾക്കാർ പറയും 2 എൻഡും പോക്കറ്റിട്ടുണ്ടാകില്ല, 1 എൻഡ് കയ്യിലിരിപ്പുണ്ടാവും ഇതുപോലെ എന്ന് പറയും. ചില ആൾക്കാർ പറയും 1 എൻഡല്ല 2 എണ്ണം കയ്യിലിരിപ്പുണ്ടാവും, പോക്കറ്റ് ഇട്ടത് സെൻട്രൽ പോർഷനാണെന്ന് പറയും. സോ ദാറ്റ് ഈസ് മാജിക് അല്ലേ? മാജിക്കിൻ്റെ രീതി ഇതാണ്. നമ്മുടെ ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ട് എന്നോ നടന്ന കാര്യങ്ങൾ നടക്കാത്താണെന്ന് തോന്നിപ്പിക്കുന്ന, ഞാൻ വീണ്ടും തുടക്കത്തിൽ വന്ന എൻ്റെ റോപ്പുമായി തിരിച്ചു പോകുന്നു. യാ, ഡിഡ് യു ലൈക്ക് ഇറ്റ്? യാ, താങ്ക് യു. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ സത്യത്തിൽ നടക്കുന്ന കാര്യമാണോ ഇത്? ലൈഫ് നിങ്ങൾ സ്റ്റേജിലല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ മാജിക് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ചോദിക്കാറുണ്ട്. സത്യം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നോ അല്ലേ? സ്റ്റേജിൽ മാത്രം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാജിക് പഠി തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്കുണ്ടൊരു അനുഭവമുണ്ട്. ഞാൻ മാജിക് പഠി തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് കുഞ്ഞു ഡയലോഗ് മനസ്സിലാക്കിയതുള്ളൂ. ആ സമയത്ത് വളരെ കാലം മുമ്പാണ്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ വിവാഹ ക്ഷണിക്കാനേ വന്നു. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് പുതിയ തലമുറയ്ക്ക്. അന്ന് വിവാഹ ക്ഷണിക്കാൻ പോകുന്ന ക്ഷണപത്രികകളുണ്ട്. ഇതുപോലെ സേവ് ദ ഡേറ്റുകളല്ല അല്ലെ, ക്ഷണപത്രികകളുണ്ട്. അതെല്ലാം കൂടി ഒരു മാഗസിനകത്ത് മടക്കിയാണ് കൊണ്ടുവരിക. പണ്ട് എല്ലാ വീടുകളിലും അങ്ങനെ ആൾക്കാർ പോകുന്ന ഒരു വീക്കിലിക്കുള്ളിൽ വെച്ച് ആ ക്ഷണപത്രിക മടക്കി വെച്ചുകൊണ്ടാണ് വരിക. അപ്പോൾ എൻ്റെ സുഹൃത്തും വന്നു, വീട്ടിലേക്ക് വന്നു, ക്ഷണപത്രിക കൊണ്ടുവന്നു. എന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അന്നൊരു കുഞ്ഞു മകളുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയുടെ മകൾ. നമ്മൾ വളരെ വലുതായി. അപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു. അവൾക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞ് അന്ന് നമ്മൾ തീരെ കുഞ്ഞായിരുന്നു. അവൾക്ക് ആ വീക്കിൽ ഇഷ്ടമായി. ഇതുപോലൊരു വീക്കായിരുന്നു ആ ആഴ്ചയിൽ. ഇത് മാതൃഭൂമിയാണ് അന്ന് കൊണ്ടുവന്ന്, എനിക്ക് തോന്നുന്നത് മറ്റൊന്നും ആഴ്ചപ്പതിപ്പായിരുന്നു. ഇതുപോലൊരു ആഴ്ചപ്പതിപ്പ് കൊണ്ടുവന്നിട്ട് അവനെ ടേബിളിൽ വെച്ചിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് പേജ് കീറിയെടുത്തു. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് പേജിൽ നല്ല പിക്ചർ ഉണ്ടായിരുന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടായിരിക്കും അവളത് കീറിയെടുത്തു എന്ന് മാത്രമല്ല അവളതിനെ ഇതുപോലും ബാക്കി വെച്ചിരുന്നില്ല. ഫുള്ള് കീറിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ കീറാൻ തുടങ്ങി. അവൾ ഇഷ്ടപ്പെട്ടെടുത്തതല്ല, ഇഷ്ടപ്പെടാതെ എടുത്താണെന്ന് തോന്നുന്നു. കയ്യിൽ വെച്ച് കഷ്ണങ്ങളാക്കിയ ഫ്രണ്ട് പേജ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, അവൻ കൊണ്ടുവന്ന് വീക്കിലിയുടെ ഫ്രണ്ട് പേജാണ്. ഇതുപോലെ 1 2 3 4 4.5 അല്ലേ, കുറേ പീസുകളായിരിക്കുന്ന കണ്ട് സുഹൃത്ത് പറഞ്ഞു, ഡാരിയസ് എനിക്ക് ഇനിയും ഒരുപാട് വീടുകളിലേക്ക് പോകണം. ആ ഡാരിയസ് ആരാ? ഇറ്റ്സ് മീ. ഓക്കെ, മറന്നു പോകരുത്. ഡാരിയസ് എനിക്ക് ഇനിയും ഒരുപാട് വീടുകളിൽ പോകാനുള്ളതാണ്. ഈ ഫ്രണ്ട് പേജ് ഇല്ലാത്ത ബാക്കി പേജ് മാത്രമുള്ള വീക്കിലി മട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. ശരിയാണ്, ഞാൻ അന്ന് വരെ പഠിച്ച എൻ്റെ മാജിക്കിൻ്റെ രീതികളൊക്കെ ആലോചിച്ചും കൊണ്ട് ഞാൻ കീറിയ പേപ്പർ കഷ്ണങ്ങൾ കയ്യിലേക്ക് എടുത്തു.
ഒന്ന് ചുരുട്ടി പിടിച്ചു, ഇതുപോലെ ഒന്ന് മടക്കിയൊക്കെ വച്ചിട്ട് മാജിക്കിൻ്റെ ഒരു മന്ത്രമുണ്ട്. മാജിക് ഇസ് സയൻസ്, ബട്ട് മാജിക്കിൻ്റെ ഒരു മന്ത്രമുണ്ടല്ലേ. ഇറ്റ് ഈസ് മജീഷ്യന്മാർ മാത്രം പറയുന്ന മന്ത്രമാണ്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്, സിംസലാബി സിം ഫോക്കസ് ഫോക്കസ്. പക്ഷെ ഞാൻ പറഞ്ഞ മന്ത്രം അതായിരുന്നില്ല, അബ്രാക്കഡബ്ര എന്ന മന്ത്രമായിരുന്നു. സോ അത് തന്നെ അവിടെ പറഞ്ഞില്ലേ, അബ്രാക്കഡബ്ര എന്ന മന്ത്രം പറഞ്ഞിട്ട് ഞാൻ വളരെ പതുക്കെ നിവർത്തുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ കുഴപ്പമെന്നറിയോ, എൻ്റെ സുഹൃത്തിനൊട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും കാര്യം നടന്നില്ല. അവനും കൊണ്ടുവന്ന വീക്കിലേക്ക് ഇപ്പോഴും ഫ്രണ്ട് പേജില്ല, ഇപ്പോഴും ബാക്ക് പേജ് മാത്രമേ ഉള്ളൂ. അവൻ പറഞ്ഞു, ഡാരിയസ് ഇതുകൊണ്ട് ഈ കാര്യമില്ല. സത്യമാണ്. ഞാൻ അതുകൊണ്ട് വീക്കിലെടുത്തു, ഒന്നുകൂടി ചുരുട്ടി കയ്യിലേക്ക് പിടിച്ചു. നമുക്കറിയാം നമ്മുടെ മാജിക് മന്ത്രം എന്താ. മോളെ നേരത്തെ പറഞ്ഞാൽ എന്താണ്? അബ്രാക്കഡബ്ര എന്ന് പറഞ്ഞാൽ പതുക്കെ നിവർത്തിയപ്പോഴേക്കും ദ ഫ്രണ്ട് പേജ് കെയിം ബാക്ക്. താങ്ക് യു. ഇത്തരം മാജിക്കുകളുടെ പ്രത്യേകത ഇതെല്ലാം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിച്ചുന്ന മാജിക്കാണ്. ചിലപ്പോൾ ഞങ്ങളും ഇൻട്രാക്ട് ചെയ്യുന്ന മാജിക്ക് വരും, അല്ലാണ്ട് ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്, സംസാരിച്ചിരുന്ന അല്ലാത്ത മാജിക്കുകൾ. അതിലെനിക്ക് എൻ്റെ അത്തരം സ്വപ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും നമ്മുടെ പഴയ കാലമായിട്ട് ബന്ധം ഉണ്ടാവില്ല. എൻ്റെ സ്വപ്നങ്ങളെപ്പോഴും എൻ്റെ കുട്ടിക്കാലവുമായിട്ടുള്ള ബന്ധം വരുന്നത്. എൻ്റെ അമ്മ എൻ്റെ തീരെ കുട്ടിക്കാലം, ഞാൻ 3-4 വയസ്സുള്ളപ്പോൾ എൻ്റെ ദേഹത്ത് ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിലിങ്ങനെ ബബിൾസൊക്കെ പറന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സോപ്പ് ബബിൾസ്. പക്ഷെ പിടിക്കാൻ നോക്കുമ്പോൾ കിട്ടത്തില്ല. വലിയ സങ്കടം എനിക്ക്. ഞാൻ ഉറക്കെ കരയുമായിരുന്നു സോപ്പ് ബബിൾസ് പിടിക്കാൻ പറ്റാത്തതിന്. വളർന്നു വന്നപ്പോൾ ഞാൻ വീണ്ടും ആഗ്രഹിച്ചു ഇങ്ങനെ സോപ്പിൻ്റെ ബബിൾസ് പിടിക്കാൻ പറ്റുമോ. പിന്നെ ഉത്സവവേദികളിൽ നിന്നൊക്കെ ഇതിൻ്റെ ബബിൾസ് കിട്ടുമ്പോൾ അതൊക്കെ പറത്തിട്ട് പിടിക്കാമെന്ന്. പക്ഷെ കിട്ടാത്ത വലിയ സങ്കടമാണ്. ഒരു ബബിൾ കിട്ടിയതിന് വീട്ടിൽ കൊണ്ട് വയ്ക്കാമെന്ന് കരുതിയിരുന്നു. ആ ഓർമ്മയിൽ നിന്നും ആ സ്വപ്നത്തിൽ നിന്നുമുള്ള ഒരു ചെറിയ മാജിക്കാണ്. ഒരു കാര്യം കൂടെ പറയാം, പലപ്പോഴും നമ്മൾ പറയും ജീവിതത്തെക്കുറിച്ച് പറയുന്ന ജീവിതം ബബിള് പോലെയാണ് നമുക്ക്, അല്ലേ, ഒരു നീർക്കുമുള്ള പോലെയാണ്, ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകും. അങ്ങനെയൊന്നുമല്ല. ജീവിതം നമ്മൾ തൊട്ടാൽ പൊട്ടിപ്പോകുന്നത് കരുതലോടെ കൈകാര്യം ചെയ്യാത്തവൻ. വളരെ കരുതലോടെ കൈകാര്യം ചെയ്താൽ ആ നീർക്കുമുള പോലെ ജീവിതം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും, നമ്മുടേതായ വർണ്ണങ്ങൾ കൊടുക്കാൻ പറ്റും. ആ ഓർമ്മയിൽ ഒരു കുഞ്ഞു മാജിക്ക് വിത്ത് മ്യൂസിക്. അതിന് വന്ന മ്യൂസിക് ഒരു താരാട്ടുപാട്ടാണ്, നമ്മുടെ മലയാള താരാട്ടുപാട്ടല്ല, ഒരു വെസ്റ്റേൺ ലല്ലബി താരാട്ടുപാട്ടിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുഞ്ഞു മാജിക്ക്. നല്ല ഫാനൊക്കെ ഉണ്ട്, എങ്കിലും നോക്കാം.
ഇറ്റ്സ് മൈ ഡ്രീം. ഞാൻ ഇൻറ്ററാക്റ്റീവ് മാജിക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലേക്ക് ഞാൻ വേദികളിലേക്ക് വിളിച്ചു വരുത്തി അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഇടപെട്ടുള്ള മാജിക്കാണ് ഏറ്റവും പ്രിയങ്കരമായത്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ തീരുമാനങ്ങൾ ഇതെൻ്റെ തീരുമാനമാണെന്ന് പറയും അല്ലേ. ഇതെൻ്റെ തീരുമാനം, ഞാനെടുത്ത തീരുമാനം അല്ലേ. ഇത് ആർക്കും ഇതിൽ സ്വാധീനമൊന്നുമില്ല, ഞാൻ സ്വന്തമായി എടുത്ത. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ പറയുകയും എന്നിട്ട് കടയിൽ പോയിട്ട് പ്രത്യേക കമ്പനിയുടെ പേസ്റ്റും സോപ്പും വാങ്ങുകയും ചെയ്യും. ആരോ നമ്മളെ അറിയാണ്ട് പരസ്യങ്ങളും മറ്റുമൊക്കെ സ്വാധീനിക്കും. നമ്മൾ അറിയാണ്ട് കേട്ട പാട്ടുകൾ, രാവിലെ കേട്ടൊരു പാട്ടുകൾ വൈകുന്നേരം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തത്തിക്കളി നിൽക്കും അല്ലേ. നമ്മൾ അറിയാണ്ട് കടന്നു പോയതായിരിക്കും ഒരു പാട്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, നമ്മൾ വീട്ടിൽ പാട്ട് പാടുമ്പോൾ എൻ്റെ സിസ്റ്റർ പറയാറുണ്ട്, അയ്യോ ഞാൻ ഇപ്പോഴതങ്ങ് ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ചില നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ഏറ്റവും വളരെ കാലമായി കാണാത്ത റിലേറ്റീവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചതായിരിക്കും. അപ്പോഴായിരിക്കും അവരുടെ ഫോൺ കോൾ വരുന്നത്. ചിലപ്പോൾ ഡോറിൽ കോളിംഗ് ബെൽ മുഴങ്ങും. നമ്മൾ നോക്കുമ്പോൾ ആ റിലേറ്റീവ് വന്നിരിക്കുന്നതാണ്. എങ്ങനെയോ ചില കണക്ഷൻസ്, സംതിങ് ഹാപ്പൻസ്. അപ്പോൾ നമ്മളതിനെ പലപ്പോഴും നമ്മുടെ മൈൻഡിൻ്റെ ഇല്യൂഷനായിട്ട് കണക്കാക്കാറുണ്ട്. ചിലപ്പോൾ ഇതിനെ വളരെ കോയിൻസിഡൻസ് ആണ്, യാദൃശ്യമെന്ന് കണക്കാക്കാറുണ്ട്. എങ്കിലും എവിടെയൊക്കെ സം ഇൻഫ്ലുവൻസ്, അത്തരം സ്വാധീനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നൗ ഐ വോണ്ട് 4 വോളണ്ടിയേഴ്സ് ഫ്രം യുവർ സൈഡ്. 4 പേർ, ജെൻസ് ആകാം, ലേഡീസ് ആകാം, മിക്സ്ഡ് ആകാം, നോ മാറ്റർ. 4 പേർ. 1 2 3. ഒരാൾ കൂടി 4 3. യെസ്, പ്ലീസ് ക്ലാപ്പ് ദ. യെസ് കം. എന്താണ് മോളുടെ പേര്? ഡയാന. ഇവരുടെ നെയിം? ദേവി. ഡയാന, ദേവി, മാധുരി, ഇമാനുവൽ. അപ്പം നമുക്ക് 4 പേരുണ്ട്. ഡയാനയുണ്ട്, ദേവിയുണ്ട്, മാധുരിയുണ്ട്, ഇമാനുവൽ ഉണ്ട്. 4 പേരുണ്ട്. 3 ഗേൾസ് ആൻഡ് 1 ബോയ്. ബോയ് ഗേൾ ഒന്നുമില്ല, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതിന് മറ്റു വിഷയങ്ങളൊന്നുമില്ല. ഐ ഹാവ് 4 envelopes in my hand. It's not a mental magic, just an experiment. Okay, just an experiment. 1 2 3 and 4. 4 envelope ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇഷ്ടപ്പെട്ട എൻവലപ്പ് എടുക്കുക. ഇതിന് ഓരോന്നിനും ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് യു ഹാവ് വൺ. ഇത് തള്ളി വരുന്നു, വേണം? വേണ്ട. ഓക്കെ, സോ എടുക്കുക. പിന്നെ ഓപ്പൺ ചെയ്യാം കേട്ടോ. നൗ എ ചാൻസ് ഫോർ യു. നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് 2 പേർക്ക് വേണേൽ 2 സംഗതി വേണേൽ നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഇഫ് നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻവലപ്പ് എക്സ്ചേഞ്ച് ചെയ്യാം. വാട്ട് ഡു യു വാണ്ട്? ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ പൊസിഷൻ ഓർ ചേഞ്ച് ദി എൻവലപ്പ്? എൻവലപ്പ് എക്സ്ചേഞ്ച്. ദിസ് ചോയ്സ്, സെയിം ചോയ്സ് നിങ്ങൾക്കും. ഐദർ ചേഞ്ച് യുവർ പൊസിഷൻ ഓർ ചേഞ്ച് ദി എൻവലപ്പ്. ഓക്കെ, ക്ലിയർ? ഹാപ്പി? ഓക്കെ. നൗ ഇത് അവരുടെ സ്വന്തമായ ചോയ്സ് ആയിരുന്നു. ഇനി അത് കൂടാണ്ട് ഐ ഹാവ് എ പ്രൊഡിക്ഷൻ ഹിയർ. ഞാൻ വരുന്നതിനും ഒരു ഏകദേശം 2-3 ആഴ്ച ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്ത ഏറെക്കുറെ ടൈമിൽ തന്നെ തയ്യാറാക്കി വെച്ചൊരു എൻവലപ്പ് ഉണ്ട്. ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്. ദാറ്റ്സ് ഹിയർ, ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആൻഡ് ഇനി ഇത് കൊടുക്കുന്നതിന് മുൻപ് അവർക്ക് അവരുടെ ഇത് 6 ഡിസ്ക്, 1 2 3 4 5 6 6 ഡിസ്കുകളുണ്ട്. അതിൽ 3 യെല്ലോ ഡിസ്ക്കാണ്, 3 റെഡ് ഡിസ്ക്കാണ്. 3 യെല്ലോ ഡിസ്ക്, 3 റെഡ് ഡിസ്ക്. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഡിസ്ക് എടുത്താൽ 2 ഡിസ്ക് ബാക്കി വരും. അതെനിക്കുള്ളതാണ്. ഓപ്പൺ ചെയ്തോളൂ. അതിനകത്ത് ചില മെസ്സേജുകൾ, ചില സെയിങ്സ് ഒക്കെ, വൈസ് സെയിങ് ഒക്കെ ഉണ്ടാവും. കണ്ടോ? ഫസ്റ്റ് വൺ, ഡയാനയുടെ കേസ് ഉണ്ടായിരുന്ന ഓൾ ദ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. കോമൺ ആയിട്ട് പറയുന്ന കാര്യം, ഓൾ ദ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. ഒന്നിൻ്റെയും ഓൾ ദ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്നാണ് അല്ലേ. എല്ലാ ഗ്ലിറ്റേഴ്സും ഗോൾഡ് അല്ല എന്നാണ്. എന്നാലും ഗോൾഡും ഗ്ലിറ്റർ ചെയ്യും എന്നുള്ള അർത്ഥം കൂടെ അതിനകത്തുണ്ട്. ഓക്കെ, ശരി. നൗ ടു യു ഹാവ് സൺഫ്ലവർ, ദ സീക്രട്ട് ലവർ ഓഫ് ദി സൺ. ഇത് വെറും ഒരു റൊമാൻറ്റിക് സെനൻസ് അല്ല. സൂര്യകാന്തി, സൂര്യൻ്റെ കാമുകൻ എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് സെനൻസ് അല്ല. സൂര്യകാന്തി എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന നിർഗുണമായ നിർഗന്ധമായ ഒരു പുഷ്പത്തിന് അതിൻ്റെ മോഹം ആരെക്കുറിച്ചാണ്? ആകാശം നിൽക്കുന്ന സൂര്യനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ജനിച്ചത് ഏത് പൊസിഷനാണെങ്കിലും നമ്മുടെ ആഗ്രഹം ഏറ്റവും ടോപ്പിലായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് സൺഫ്ലവർ. ദാറ്റ് ഇസ് ഗുഡ് ഓൺ. നെക്സ്റ്റ് വൺ, ആൻ ആപ്പിൾ എ ഡേ കീപ് ദ ഡോക്ടർ എ വേ. ഇത് വലിയ ആശയമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഫുഡ് ഹാബിറ്റുകൾ നമ്മുടെ ലൈഫിനെ
സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റാണ്. അല്ല ആപ്പിൾ കഴിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ ഫുഡ് ഹാബിറ്റ് നന്നായിരുന്നാൽ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല എന്ന് മാത്രമാണ് എൻ്റെ മീനിങ്. യാ, താങ്ക് യു. ഓ, എയിം അറ്റ് മൂൺ, ഈവൻ ഇഫ് ഫെയിൽ യു വിൽ ബി അമംഗ് സ്റ്റാർസ്. എയിം അറ്റ് മൂൺ, ലക്ഷ്യം വയ്ക്കുമ്പോൾ ചന്ദ്രൻ ലക്ഷ്യം വയ്ക്കുമെന്നാണ്. ഈവൻ ഇഫ് യു ഫെയിൽ, നിങ്ങൾ ഫെയിലായാലും പേടിക്കണ്ട. നിങ്ങൾ ചന്ദ്രനിലെത്തിയാലും വീഴുന്നത് എവിടെയായിരിക്കും? അമംഗ് സ്റ്റാർസ്, ഏതെങ്കിലും താരങ്ങൾക്കിടയിലായിരിക്കും. അപ്പോൾ യു വിൽ ബി അമംഗ് സ്റ്റാർസ്, സ്റ്റാറുകൾക്കിടയിൽ, താരങ്ങൾക്കിടയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. എവിടേക്ക് ആഗ്രഹിച്ചാൽ, മൂന്നിനെ ആഗ്രഹിച്ചാൽ അവിടെ എത്തിയില്ലെങ്കിലും നിങ്ങൾ താരങ്ങൾക്കൊപ്പം ആയിരിക്കുമെന്ന് പറയുന്ന വളരെ വലിയൊരു മെസ്സേജാണ്. ഏതുപോലെ നമ്മുടെ സൂര്യകാന്തി ആ വലിയ മോഹം വച്ചതുപോലത്തെ ഒരു മെസ്സേജ് തന്നെയാണ്. സോ യു ഹാവ് ഓൾ ദാറ്റ് മെസ്സേജ്. ക്ലിയർ? അകത്തിട്ടോളൂ. Now the time for disc. 3 yellow disc and 3 red disc. 1 2 3 4 5 6. You can count. You can ഏത് നമ്പർ പറയാം മോക്ക്, ആ നമ്പർ ഡിസ്ക് മോക്കുള്ളതാണ്. യെല്ലോ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഞാനിത് വളരെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. യാ, ഓക്കെ. വൺസ് അഗൈൻ മിക്സ്ഡ്. യെല്ലോ, സോറി, നമ്പർ 3. The third one you want. 1 2 and the third. Do you want to change your mind? No. വളരെ സ്ട്രോങ് മൈൻഡുള്ള കുട്ടികൾ ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ മാറില്ല. സോ ഡയാന, യു ഹാവ് എ യെല്ലോ ഡിസ്ക്. യാ, താങ്ക് യു. ആൻഡ് നൗ ഇനി 5 ബാക്കിയുള്ളൂ. യു ക്യാൻ സേ എനി നമ്പർ ബിറ്റ്വീൻ 1 and 5, ഇൻക്ലൂഡിങ് 1 and 5. 3. Do you want to change? No. ഡയാനെ പോലെ വളരെ സ്ട്രോങ് മൈൻഡുള്ള ദേവി അല്ലേ. സോ 1 2 and 3 is the third one. Do you want to change? No. Shiva. It's also L. Good. And you, പേര് വിട്ടുപോയി. മാധുരി. 1 2 3 and 4. 2. Sure. ഈ അഭിപ്രായം മാറുന്നുണ്ടെന്ന് ചോദിക്കുന്നതന്നെ മോശമാണ്. കാര്യം നമ്മുടെ തീരുമാനം എടുത്താൽ മാറില്ല അല്ലേ. അങ്ങനെ ചോദിക്കുന്നതന്നെ നമ്മുടെ വാക്കുകൾ വിശ്വാസമില്ലാതിട്ടാണ്. എങ്കിലും ചോദിക്കുന്നു. No, you don't want to change. So it's the first one, the second one, and it is it's a red one. So it's a red one. Thank you. Finally 1 2 and 3 disc. This one or this one? This one or this one? ഇത്. Do you want to change? ഒന്നുകൂടി. ഈ പെൺകുട്ടികൾ ചേഞ്ച് ചെയ്തില്ല പറഞ്ഞിട്ട് ബോയ്സിന് മാറ്റാം വേണമെങ്കിൽ. ഇത് മതി. ഓക്കെ. So it's also yellow. So നിങ്ങൾ 3 പേർക്ക് യെല്ലോ ഡിസ്ക് കിട്ടി. ഞാൻ പറഞ്ഞു എൻ്റെ കൈവശമുള്ളത് മൊത്തം 3 യെല്ലോ ഡിസ്കും 2 റെഡ് ഡിസ്കുമാണ്. സോ ഐ ഹാവ് ദ നെക്സ്റ്റ് ടു റെഡ് ആൻഡ് ദ നെക്സ്റ്റ് ടു റെഡ്. എന്താ സംഭവിച്ചാൽ മറ്റൊന്നുമില്ല. ഇവർ വളരെ റാൻഡമായിട്ട് കുറേ മെസ്സേജ് സെലക്ട് ചെയ്തു, വളരെ റാൻഡമായിട്ട് ഡിസ്ക് സെലക്ട് ചെയ്തു. ആൻഡ് ഐ ആം ലെഫ്റ്റ് വിത്ത് 2 red disc. You have yellow, you have yellow, you have red, you have yellow. Do you know? നിങ്ങൾക്കറിയാം ഇത് എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന്? തിങ്ക് അഗൈൻ. കടയിൽ പോയി പ്രത്യേക കമ്പനിയുടെ സാധനം വാങ്ങുന്നതിൻ്റെ പിന്നിൽ, കടയിൽ പോയിട്ട് പ്രത്യേക തീരുമാനമെടുക്കുന്നതിൻ്റെ പിന്നിൽ സംതിങ് ദാറ്റ് ഇൻഫ്ലുവൻസസ്, നമ്മൾ അറിയാണ്ട് ചില സ്വാധീനങ്ങൾ. ഓർമ്മ വരുന്നില്ല അല്ലേ? മോളുടെ മെസ്സേജ് എന്തായിരുന്നു? All the glitters are not gold. What is the color of gold? Yellow. And she selected yellow. And your prediction? You were what? Sunflower. Normally sunflower is yellow. So she selected yellow. And you have an apple a day. She selected an apple a day and she selected the red disc. തീരുമാനം സ്വന്തമായിരുന്നോ? അല്ല. You were influenced. And you have aim at the moon. Normally white color na pala, it is something pale yellow like that. So you have the yellow. Astonished ആണോ ഇഷ്ടാവുന്നിട്ടാണോ കൈയടിക്കാത്തത്? Another climax for this. ഞാൻ നേരത്തെ പറഞ്ഞു I have a prediction here. പ്രവചനം. ഒന്നാമത്തെ ആൾ യെല്ലോ ഡിസ്ക് സെലക്ട് ചെയ്യും. ദാറ്റ് വാസ് മൈ പ്രഡിക്ഷൻ. രണ്ടാമത്തെ ആൾ യെല്ലോ ഡിസ്ക് സെലക്ട് ചെയ്യും. ദാറ്റ് വാസ് ഓൾസോ കറക്റ്റ്. മൂന്നാമത്തെ ആൾ
റെഡ് ഡിസ്ക് സെലക്ട് ചെയ്യും. ദാറ്റ് വാസ് ഓൾസോ കറക്റ്റ്. ആൻഡ് ഫോർത്ത് വൺ യു സെലക്റ്റഡ് റെഡ് ആൻഡ് ഐ ആം ലെഫ്റ്റ് വിത്ത് 2 റെഡ് ഡിസ്ക്. യാ, താങ്ക് യു ഡയാന. ഇഷ്ടമായോ മാജിക് ഇഷ്ടമായോ? ഓക്കെ, താങ്ക് യു ദേവി. നിങ്ങൾ എന്ത് ഇവിടെ പിടിക്കുന്നു? സെൻറ്റ് മേരീസ്. എല്ലാവരും സെൻറ്റ് മേരീസ്. ഓക്കെ, താങ്ക് യു മാധുരി. ആൻഡ് താങ്ക് യു മാനുവൽ. ഓക്കെ, യാ, ഗിവ് ദം എ ബിഗ് അപ്ലോഡ്. യാ, ഒരു കുഞ്ഞുമോളിരിക്കുന്നു. മോളെ മാജിക് കാണാൻ താല്പര്യമുണ്ടോ? മാജിക് ഇഷ്ടമായോ? മോളെ പേരെന്താ? വേറെ കാര്യമുണ്ട്. സാധാരണഗതിയിൽ മാജിക്കിൻ്റെ രഹസ്യങ്ങൾ സ്റ്റേജിൽ വന്നാൽ അറിയാൻ പറ്റും, അവിടെ നിന്നാൽ അറിയില്ല. പക്ഷേ അടുത്തതിൻ്റെ മാജിക്കിന് ഇവിടെ നിന്നാൽ അറിയില്ല, അവിടെ നിന്നാൽ അറിയാൻ പറ്റും. സ്റ്റേജിൽ വരുന്ന ആളിന് മാജിക് രഹസ്യം അറിയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ രഹസ്യം. അതുകൊണ്ട് അടുത്ത മാജിക് രഹസ്യം നിങ്ങൾ കാണുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ആളോട് വിളിച്ച് പറഞ്ഞേക്കരുത്. ഓക്കെ, വിത്ത് ദാറ്റ് പ്രോമിസ് ഐ എം കോളിംഗ്. ഹായ് 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 ഹായ്, കം ഓൺ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ്. ഏത് സ്കൂളിലാണ്? മറന്നുപോയി. ഹോളി ഏഞ്ചൽസ്. ഹോളി ഏഞ്ചൽസിൻ്റെ പേരൊക്കെ മറന്നു പോകാമോ? ഇത് പേരെന്താണ്? ജെസിക്ക അല്ലേ? JESSICA, ജെസിക്ക അല്ലേ? ജെസിക്ക വന്നു. ജെസിക്ക കുഞ്ഞ് മാജിക്കാണ് ചെയ്യുന്ന. ഈ മാജിക്കിന് അതിനോട് ചെയർ വേണ്ട. ചെയർ ബുദ്ധിമുട്ടുണ്ടാവും. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇരുന്നോളൂ. ഗുഡ് ഓൺ. ഇവിടെ ഇങ്ങോട്ട് ഇരിക്കാമോ? അല്പം കൂടെ എഴുന്നേറ്റ്. ഓക്കെ. ജെസിക്ക, ഞാൻ ചെയ്യാൻ വന്ന കുഞ്ഞ് മാജിക്കാണ്. അങ്കിൾ ചെയ്യുമ്പോൾ ഒറ്റയേ ഉള്ളൂ. അങ്കിൾ സാധനം എടുത്ത് അങ്കിളിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലോ റൈറ്റ് ഹാൻഡിലോ വെക്കും. ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. എന്നിട്ട് അങ്കിളോട് പറയുക. തൊട്ട് കാണിച്ചാലും മതി. റൈറ്റ്? യാ, ഗുഡ്. യെസ് യെസ്. Is it in my left hand or right hand? This or this? Yes? Correct. Kando. Nalla observation. Clear. Okay, once again. Left or right? ഇതിനെന്ത് കയ്യടിക്കുക അല്ലേ? അവർ കയ്യടിക്കുക. പക്ഷെ മോള് നോക്കിക്കൊള്ളണം കേട്ടോ. And watch, it is in my left hand or right hand? Right hand. No. So, where? The left hand. സോ നമുക്കൊന്നുകൂടി നോക്കാം. അങ്ങനെ പറ്റില്ലല്ലോ. കെയർഫുൾ. 1 2 1 3. In which hand? This one. Ting ting ting. Ting ting. എന്താ പറ്റി? One, 2 and 3. ഓക്കെ, കമ്മ. എന്താണ് പറ്റിയെന്ന് ചേച്ചിമാർ പറഞ്ഞു തരും. മോളിവിടെ നിൽക്കുക. സാരമില്ല, എന്ത് പറ്റും ചേച്ചിമാർ പറഞ്ഞു തരും കേട്ടോ. എന്തോ സംഭവിച്ചു? എവിടെ പേപ്പർ പോയേ? വാ, കയ്യടി. ഓക്കെ, ഗുഡ്. ജെസിക്ക, സാധാരണഗതിയിൽ മജീഷ്യന്മാരുടെ കൈകൾ ഇങ്ങനെ പറയുക, ഹാൻഡ്സ് ഫാസ്റ്റർ ദാൻ ഐസ് എന്ന് വെച്ചാൽ കണ്ണുകളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന കൈകളാണ് മജീഷ്യൻ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മജീഷ്യൻ്റെ കൈവേഗതയെക്കുറിച്ച് ഭയങ്കരമായ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എൻ്റെ കൈ വേഗത്തിൽ ചലിക്കാതിരിക്കാൻ വേണ്ടി, അങ്കിളിൻ്റെ കൈ വേഗത്തിൽ ചലിക്കാതിരിക്കാൻ വേണ്ടി മോൾ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചേക്കാമോ? ബിഫോർ ദാറ്റ്, അതിന് മുൻപ് ഐ ഹാവ് എ സിൽക്ക് കർച്ചീഫ്, എ ഹാൻഡ് കർച്ചീഫ്, എ ലിറ്റിൽ വൺ. എന്താ ഇതിൻ്റെ കളറ്? റെഡ്. ഇപ്പോഴും റെഡ്, ഉറപ്പാണല്ലോ. ഓക്കെ. അപ്പോൾ അങ്കിൾ ഈ കയ്യിലേക്ക് സിൽക്ക് വയ്ക്കുന്നു. സിൽക്ക് വയ്ക്കുമ്പോഴത്തേക്ക് അങ്കിളിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജോലി മൊക്കമുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ് ഓൺ. പിടിച്ചോളൂ.
മജീഷ്യന്മാരുടെ സ്ലീവിനകത്താണ് എല്ലാ സാധനം പോകുന്നത്. അതാണ് മജീഷ്യൻ വലിയ കോട്ട് ഇട്ടേക്കുന്നത്. ആനയൊക്കെ പ്രത്യക്ഷപ്പെടുത്തുമ്പോഴത്തേക്ക് കോട്ടിനകത്താണ്. തുമ്പിക്കൈ സൂക്ഷിച്ച് കാണാൻ പറ്റും അതിലേക്കൂടെ സ്ലീവിൻ്റെ ഇടയിൽ കൂടെ തള്ളിയിരിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളണേ. ആ കൈയ്യിൽ പിടിച്ചോളൂ, താഴെ കൂടെ പിടിച്ചോളൂ, ഇവിടെ പിടിച്ചോളൂ, ടൈറ്റായിട്ട് പിടിച്ചോളൂ, കുറേ കൂടി ബലപ്പിച്ച് അല്പം കൂടെ. മതി മതി, ഇതിനേക്കാൾ വേദന താങ്ങില്ല. കാര്യം ഞാൻ 25 years ആയുള്ളൂ വാങ്ങാൻ കഴിച്ചിട്ട്. അപ്പോൾ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ? ഓക്കെ, ഡു സി, കാണുന്നുണ്ടോ? ഓക്കെ, കാണാമോ? ഡു സി ഓക്കെ, കാണാമോ? ഇനോ കാണാമോ? ഇങ്ങനെ ഇരുന്ന് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ചരിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? അകത്ത് കയറി പോയാൽ കാണത്തില്ല അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നൗ വാച്ച്, ടൈറ്റായിട്ട് പിടിച്ചോ. 1 2 and 3. വാ, എവിടെയാണ് ആ സിൽക്ക് പോയെന്നറിയാമോ? ഇഷ്ടമായ മാജിക്? റിയലി യാ. സംതിങ് സോ സീരിയസ് വൺസ് അഗെയിൻ. സീരിയസ് ആകുന്ന എപ്പോഴും മാജിക് റിലേറ്റഡ് ടു മൈൻഡാണ്. മനസ്സുമായി ബന്ധപ്പെട്ട മാജിക്കുകൾക്കാണ് നമ്മൾ വളരെ സീരിയസ് ആകേണ്ടി വരുന്നത്. ബിക്കോസ് നമ്മൾ അല്പം സീരിയസ് ആയി കൈകാര്യം. പക്ഷേ എനിക്ക് മൈൻഡ് മാജിക് ഇഷ്ടമല്ല, മൈൻഡ് മെൻ്റലിസം എനിക്ക് ഇഷ്ടമല്ല, ചെയ്യാൻ ഇഷ്ടമല്ല. എക്സ്പെരിമെൻ്റ് ഇഷ്ടമാണ്. ബട്ട് നൗ നെക്സ്റ്റ് വൺ ഈസ് നോട്ട് എ മെൻ്റൽ മാജിക്, ബട്ട് ഇറ്റ്സ് നോട്ട് എ മാജിക്. എന്നാൽ മാജിക് അല്ലേ ആണ്. മാജിക് പ്ലസ് മൈൻഡ്, അതാണെങ്കിൽ ചേർന്ന് മാജിക് എവിടെയാണോ മൈൻഡ് എവിടെയാണോ എന്ന് അറിഞ്ഞുകൂടാത്ത തരത്തിൽ അവസാനിക്കുന്ന ഒന്നാണ്. സോ എനിക്ക് അല്പം മുതിർന്ന കുട്ടികളല്ല, അല്പം കൂടി മുതിർന്ന ഒരാളുടെ സഹായം, സാന്നിധ്യം, സഹകരണം ആണ് ആവശ്യം. മാഡം ഓക്കെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാഡം ആണല്ലേ? ഓക്കെ, പേരെന്താണ്? നന്ദന. ഇന്നുള്ളൂ. ഇവൻ നന്ദന. ഐ എം ഡൂയിങ് എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല ഇത്. ഞാൻ ഏകദേശം ഒരു 400-500 സ്റ്റേജ്, 400-അടുപ്പിച്ച് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് മാത്രമാണ് നടക്കാണ്ട് പോയിട്ടുള്ളത്. ഡേഞ്ചറസ് ഒന്നുമില്ല, നടന്നില്ലെങ്കിൽ മജീഷ്യൻ്റെ ഫെയില്യൂർ എന്ന് മാത്രമേ കണക്കാക്കാറുള്ളൂ. അല്പം മൈൻഡുമായി റിലേറ്റഡ് ആണ്. സോ ഫോർ ദിസ് ഐ എം ഷോയിങ് യു അനദർ എൻവലപ്പ്. പക്ഷേ ഇത് ഒന്നും പ്രൊഡിക്ഷൻ ഒന്നും എഴുതിയിട്ടുള്ള എൻവലപ്പ് അല്ല. ഇറ്റ്സ് ആൻ എംപ്റ്റി വൺ. എന്തെങ്കിലും ഉണ്ടോ? ചെക്ക്, ജസ്റ്റ് ചെക്ക്. അല്ലേ, ചിലപ്പോൾ ഇവിടുത്തെ ആളായതുകൊണ്ട് ഞാനും എന്താ പറയുക, നിരച്ച് നന്ദനയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിലോ? ഉണ്ടോ? എനിത്തിങ്? നോ. സോ കയ്യിൽ വെച്ചോളൂ. സോ മാജിക്കിന് തുടക്കത്തിൽ തന്നെ നമ്മളതിനെ ഒന്ന് ഗ്ലൂ ചെയ്ത് ഇതിനകത്തേക്ക് ഇനി ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഓക്കെ നന്ദന, പിടിച്ചോളൂ. നന്ദന ഷുവർ? അകത്തൊന്നുമില്ല? ഇല്ല. ഞാൻ ചോദിച്ച എൻവലപ്പിനകത്താണ്? ഇല്ല. ഓക്കെ, ഞാൻ പേടിച്ചു. പക്ഷേ ബ്രെയിനിനെ കുറിച്ചാണോ ചോദിച്ചത് അല്ലേ? ഗുഡ്. സോ ക്ലോസ് ചെയ്തു. നിങ്ങൾ കാണുകയും ടേബിളിലേക്ക് വയ്ക്കുന്നു. ദ മാജിക് സ്റ്റാർട്ട്. ഇവിടെ മാജിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫോർ ദാറ്റ് ഐ എം ഇൻട്രൊഡ്യൂസിങ് 3 books. 3 ബുക്കുകളാണ്. ഫസ്റ്റ് വൺ സയൻസിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്കുള്ളൊരു മലയാളം ടെക്സ്റ്റാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്ര സിമ്പിളായിട്ട് യൂണിവേഴ്സിനെ കുറിച്ചും സയൻറ്റിഫിക് തോട്ട്സും പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അത്രത്തോളം മനോഹരമുണ്ട്. വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞ നമ്മുടെ ജില്ലക്കാരനായ പാലോടുകാരനായ ഒരു ഫിസിക്സ് അധ്യാപകൻ തയ്യാറാക്കിയ പുസ്തകമാണ്. പരന്ന ഭൂമി എന്നാണ് എൻ്റെ പേര്. വായിച്ചിട്ടുണ്ടോ? ഈ സമയം കിട്ടുമ്പോൾ ടെക്സ്റ്റ് സംഘടിപ്പിച്ച് വായിക്കുക. പിന്നെ നമ്മുടെ നോട്ട് നിരോധന സമയത്ത് ഇറങ്ങിയൊരു പുസ്തകമാണ് പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ തയ്യാറാക്കിയ പണം കഥ പറയുന്നു എന്ന പുസ്തകം. അവിടെ മണിയുടെ വരവിനെക്കുറിച്ച്, അതിൻ്റെ ഈ വിനിമയത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ഒന്ന്. മറ്റൊന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ ഒരു പുസ്തകമാണ്
ഗാന്ധിയുടെ മൈ എക്സ്പെരിമെന്റ് ട്രൂത്തിൻ്റെ മലയാള പരിഭാഷ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പറയുന്ന ആത്മകഥ. 3 ടെക്സ്റ്റ് ഉണ്ട്. നന്ദന ഫോർ ദിസ് മാജിക് അല്പം നേരം 2 കൈ താഴ്ത്ത അപ്പുറം 2 സൈഡിലേക്ക് എടുക്കുക. ലുക്ക് അറ്റ് മൈ ഐസ്. 2 കൈയും 2 സൈഡിലേക്ക്. ബി സോ ഫ്രീ. അവരെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അവർ നന്ദിനെ നോക്കുന്നുണ്ട്, അതൊന്നും ആലോചിക്കേണ്ട. നന്ദന ബി കാം ആൻഡ് ക്വയറ്റ്. And now, with your left hand, take 1. And with your right hand, another 1. Okay. So you had took 2 text. 2 text എടുത്തിട്ടുണ്ട്. പണം കഥ പറഞ്ഞൂടെ മാറ്റിയിട്ടുണ്ട്. സോ അമ്പരപ്പിക്കുന്ന ശാസ്ത്രങ്ങളും ഗാന്ധിയുടെ ആത്മകഥയുമുണ്ട്. ഗിവ് മീ ബാക്ക് 1. Okay. So you have only 1 text left now. That is മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പുസ്തക പേരാണ് അല്ലേ. ഒന്ന് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആദ്യം ഒഴിവാക്കുന്നതിന് കയ്യിൽ വയ്ക്കാമായിരുന്നു. നന്ദന ആദ്യം എനിക്കൊന്ന് എടുക്കാൻ പോയത് തന്നെ ഇത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലേ. എന്നിട്ട് മൈൻഡ് ചേഞ്ച് ചെയ്ത് എടുത്താലൊന്നൊക്കെ ആലോചിച്ച് ചെയ്താണ്. ഓക്കെ, നമുക്ക് വല്ലതും നമ്മുടെ തന്നെ വന്ന് ചേരും എന്നുള്ളതാണ്. ഇനി പറയുന്നു, ഞാൻ ഇതിൻ്റെ പേജ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കടന്നു പോകും. അപ്പോൾ എവിടെ വേണമെങ്കിലും നന്ദന എനിക്ക് സ്റ്റോപ്പ് എന്ന് പറയാം. എനിവേർ യു ക്യാൻ സേ സ്റ്റോപ്പ്. നന്ദന എവിടെ പറഞ്ഞാലും ഓക്കെ. എൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട്. ആ കാർഡ് ഞാൻ എവിടെയെങ്കിലും കയറ്റി വയ്ക്കും. നന്ദന എവിടെ പറഞ്ഞാൽ അവിടെ ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു ഡെമോ മാത്രം. ഓക്കെ, സേ സ്റ്റോപ്പ് എനിവേർ. സ്റ്റോപ്പ്. ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞാൽ ഇവിടെ പേജ് നമ്പർ, ഇതിന് പേജ് നമ്പർ താഴെ മുകളിലാണ്, പേജിന് മുകളിലാണ്. ഈ മുകളിലെ പേജിൽ നോക്കണം. എത്ര പേജ് നമ്പർ? 2. എനിക്ക് കാഴ്ചയൊന്നുമില്ല. 280 ആണ്. പിന്നെ തുടങ്ങുന്ന സെൻറ്റൻസ് ശാന്തവും മധുരവും എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പേജ് സെലക്ട് ചെയ്യാൻ നന്ദനയ്ക്ക് അവിടുത്തെ ആദ്യത്തെ 1-2 വേർഡ് ഓർമ്മിച്ച് വയ്ക്കാം. ദാറ്റ്സ് ദ മാജിക്. ഓക്കെ, ഡെമോ കഴിഞ്ഞു. നൗ ദ റിയൽ വൺ. ബ്രീത്ത് ഇൻ പ്ലീസ് ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ചെയ്ത ഉടനെ ബ്രീത്ത് ഔട്ട് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ സേ സ്റ്റോപ്പ് എനിവേർ യു ലൈക്ക്. എവിടെയെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഇവിടെ മതി. ഏറെക്കുറെ മിഡിൽ പോർഷൻ നോക്കിയിട്ടാണ് നന്ദന സ്റ്റോപ്പ് പറഞ്ഞത്. നന്ദനയ്ക്ക് വേണമെങ്കിൽ അതിന് മുൻപ് പറയാമോ ശേഷം പറയാം. ഏറെക്കുറെ മിഡിൽ പോർഷൻ നോക്കി സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടേക്ക് നോക്കുന്നത് നന്ദനയ്ക്ക് അവിടുത്തെ പേജ് നമ്പർ ഉറക്കെ വായിക്കരുത്, മൈൻഡിൽ വായിച്ചു നോക്കുക. പേജ് നമ്പർ നോക്കി. ഞാൻ കണ്ണിൽ നോക്കുന്നില്ല. പൂപ്പുരാൻ മറ്റൊരു ശാസ്ത്രമുണ്ട്. കൃഷ്ണമണിയുടെ ചലനം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മെൻ്റൽ രീതിയുണ്ട്. അത് 1-2 വാക്ക് നോക്കുക. പേജ് നമ്പർ ഓർമ്മിച്ച് വയ്ക്കുക. 1-2 വേർഡ് നോക്കുക. നോക്കിയോ? പുസ്തകം നന്ദന കയ്യിൽ വെച്ചോളൂ. സോ എൻ്റെ ജോലി എന്ന് പറയുന്നത് നന്ദന മനസ്സിൽ കണ്ട പേജ് ഏതാണ് എന്നുള്ളത് പറയുക എന്നാണ്. സെക്കൻഡ് 1 ആ വേർഡ് പറയുക എന്നുള്ളതാണ്. ആൻഡ് പേജ് ഏകദേശം 500 അടുപ്പിച്ച് പേജ് ഉണ്ട് തോന്നുന്നു ആ പുസ്തകത്തിനകത്ത്. അതുകൊണ്ട് തന്നെ 200 എത്രയിലെങ്കിലും ആയിരിക്കും. മിഡിൽ പോർഷൻ ആയതുകൊണ്ട് നന്ദന എത്തില്ല. അത് ആർക്കും പറയാൻ പറ്റും. ദാറ്റ് ഇസ് നോട്ട് മാജിക്, ദാറ്റ് ഇസ് ലോജിക്. ദെൻ വാട്ട് ഇസ് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന എത്തിയ പേജ് നമ്പർ, നന്ദന അത് ഓർമ്മിക്കുക. പേജ് നമ്പർ റിപ്പീറ്റ് മനസ്സിനകത്ത് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് ഐ തിങ്ക് ഐ നോ ഏതോ നമ്പർ ഡബിളാണ്, ഇരട്ടിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? 2 പ്രാവശ്യം വരുന്ന ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, യാ ഐ തിങ്ക് ദാറ്റ് ഈസ് 2. 200 നോട്ട് 6 ഉണ്ടോ? ഉണ്ട്. 226 അല്ലേ? 226 റൈറ്റ്. 226 ദാറ്റ് ദ പേജ് നമ്പർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈസി. ആൻഡ് വാട്ട് ഡിഫിക്കൽട്ട് ഈസ് the saying the word, the exact word. Think the words. 2 വേർഡ്സ് ഉണ്ടോ? 2 വേർഡ്സ് മനസ്സിൽ ഓർമ്മിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ വേർഡും അല്പം ലെങ്തിയായ വേർഡും. അല്പം നീളമുള്ള ആണോ? ആണ്. യാ നന്നായി എനിക്ക് കിട്ടുന്നില്ല. നല്ല എനിക്കതിൻ്റെ ഒരു ആശയമാണ് കിട്ടുന്നത്. അത് എങ്ങനെയാണോ നോക്കിക്കോളൂ. നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെത്താനെ എന്നൊക്കെ പറയുന്ന മെലോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ് ആണ് ഏറെക്കുറെ. എന്താ പറയുക നന്ദൻ്റെ കാര്യം. അത് എടുത്തിട്ട് ആ പേജ് എടുത്തിട്ട് ആ പേജ് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ റീഡ് ചെയ്യാം ആ പേജിൽ ആ വേർഡ്. ആ പേജ് എടുക്കുക, ആ വേർഡ് റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എനിക്ക് കിട്ടുന്നില്ല, വളരെ വേഗാണ്, ക്ലിയർ ആകുന്നില്ല. പേജ് നമ്പർ 226 226 പേജിൽ 226 എടുക്കുക. 226 പേജ് എടുക്കുക. എന്നിട്ട് അവിടുത്തെ ആ ഫസ്റ്റ് 2 വേർഡ് നോക്കുക. കിട്ടിയൊന്നതിനാ? പേജ് എന്ത് പറ്റി? പേജ് എന്ത് പറ്റി?
കീറിയോ? എവിടെ ബാക്കി? എവിടെ? അല്ല, നന്ദന ഈ ബുക്കിലല്ലേ നോക്കിയത്? ഇത് വേറെ 2 to 6 ഉണ്ടോ എന്നൊക്കെ പേജ് നമ്പർ അവിടെ ഇങ്ങനെ ആണെങ്കിലോ ഉണ്ടോ? കണ്ടിന്യൂസ് നമ്പറാണ്, വേറെ നമ്പറൊന്നും ഇല്ല. ഇല്ല. അപ്പോൾ അത് ബാക്കി എവിടെ പോയി? നന്ദന നോക്കിയ ഉടനെ ഞാൻ നന്ദൻ്റെ ബുക്ക് തിരിച്ചു വന്നു. ഇതാണ് എനിക്ക് കിട്ടാത്തത്. നന്ദന പേജിൻ്റെ ബാക്കി കീറി എടുത്തു. അത് തന്നെയാണ് പേജ് 2 to 6. നോ, അതാണ് ഞാൻ പറഞ്ഞത്, ചിലയിടങ്ങളിൽ മാജിക്ക് വിജയിക്കും, ചിലയിടത്ത് വിജയിക്കില്ല എന്ന്. കാര്യം ഇങ്ങനെ നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു മാജിക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി പരിശോധിച്ചാൽ നന്ദന യാതൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു എൻവലപ്പ് നമ്മളവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ദി എൻവലപ്പ് ആൻഡ് ഹിയർ ദ എൻവലപ്പ് റിബിങ് ഇറ്റ് ഔട്ട്. നന്ദന ഇതിനകത്ത് എങ്ങനെ കൊണ്ടുവച്ചോ? ഞാൻ അറിയാണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. നന്ദനയ്ക്ക് തന്നെ ഓപ്പൺ ചെയ്യാം. ഈസ് ദർ എനിത്തിങ്? ടേക്ക് ഇറ്റ്. ദർ ഇസ് ദ പേജ് നമ്പർ. ഈസ് ഇറ്റ് 2 to 6? പേജ് ഇനി അതിലെ വാക്ക് നോക്കിയേ. സ്വയം എന്നാണ് അല്ലേ? സ്വയം നടത്തിയ, സ്വന്തം. ഓക്കെ സ്വന്തം. ഓക്കെ ഗുഡ്. സ്വന്തം. ഓക്കെ. ഇനി വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതി, ഇത് വേറെ ഏതോ ബുക്കിൻ്റെ ഒരു പേജ് ആയിരിക്കില്ലേ അതിനകത്ത് വന്നത് എന്നൊരു സംശയമാണ്. ഇതിൻ്റെ പേജ് കയറിയത് എവിടെ പോയി എന്നുള്ളതുമാകാം. പക്ഷേ വിശ്വാസം കറക്റ്റ് ആക്കണമെങ്കിൽ ദിസ് പേജ് വിൽ മാച്ച് എക്സാക്ട്ലി വിത്ത് ദിസ്. താങ്ക് യു. ഓക്കെ, നന്ദനയ്ക്ക് നല്ല ക്ലാപ്പ് കൊടുക്കണേ. വളരെ കാര്യമായിട്ടും സഹായിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെ ആങ്കർ ചെയ്യാനൊക്കെ വരുന്നിട്ട് പിന്നെ വിളിച്ച സ്റ്റേജിലേക്ക് വരാൻ മടി കാണിക്കാറുണ്ട്. പക്ഷേ നന്ദന അതൊന്നും ചെയ്തില്ല. പ്രോഗ്രാമിൻ്റെ വിജയമാണ് അല്ലേ എന്ന് മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് വന്നു. താങ്ക്സ്. ആൻഡ് ദർ ആർ ബോയ്സ്. ബോയ്സ്, ഡു യു ലൈക്ക് മാജിക്? മാജിക് ഇഷ്ടമാണോ? യെസ്. ഓക്കെ. സോ ബോയ്സിന് വേണ്ടി എന്തെങ്കിലും മാജിക് കാണിക്കും. ഞാൻ ഈ കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ചില കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ കൊണ്ടുവരാറുണ്ട്. അതായത് ഈ കൗണ്ടിങ് കുട്ടിക്കാലത്ത് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രത്യേക നമ്പർ വരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടിങ് കേൾക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് മൈക്ക് എനിക്ക് അല്പം താന്നു പോയതുകൊണ്ട്. ഓക്കെ, കൗണ്ടിങ് വലിയ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ 10 വരെയൊക്കെ കൗണ്ട് ചെയ്ത് പഠിപ്പിക്കാൻ വലിയത് പിന്നെ പഠിച്ചോളും അല്ലേ. 10 വരെ വലിയ പാടാണ്. ഞാനൊരിക്കൽ കൗണ്ട് ചെയ്തൊരു രീതി എന്ന് വെച്ചാൽ there are 1, 2, 3, 4, 5 and 6 cards here. 6 കാർഡ് എടുത്തിട്ട് 6 കാർഡ് എടുത്തിട്ട് മാത്സ് വലിയ ടഫാണ് അല്ലേ, റിയലി വളരെ ടഫാണ്. 6 കാർഡിൽ നിന്ന് ഇങ്ങനെ 1, 2 and 3 cards are removed. Yes, are removed. And when I removed, I forgot. 3 കാർഡ് നീക്കം ചെയ്ത് ഞാൻ അങ്ങ് മറന്നുപോയി. ഞാൻ വീണ്ടും കൗണ്ട് ചെയ്തു. വീണ്ടും റിയലി ഞാൻ കൗണ്ട് ചെയ്തു. 3 കാർഡ് നീക്കം ചെയ്ത കാര്യം മറന്നു പോയിട്ട് ഞാൻ വീണ്ടും കൗണ്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അസ്റ്റോണിഷ്മെൻ്റ് ഉണ്ട്, കാര്യം ഞാൻ മറന്നു പോയത്. സോ 1, 2, 3, 4, 5 and 6 cards. ദാറ്റ്സ് ഗുഡ്. പക്ഷേ മറവി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും 3 കാർഡ് നീക്കം ചെയ്തു. 1, 2 and 3 cards are removed. And I have, as you know, I have 1, 2, 3, 4, 5 and 6 cards. Now മനസ്സിലാക്കിയ ഒരു സംഗതി, when I remove 3 cards from a packet, 1, 2 and 3 cards from a packet of 6 cards, then we are left with again 1, 2, 3, 4, 5 and 6 cards. So I again remove 1, 2 and 3 cards. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ വിചാരം 3 cards, when we remove 3 cards, 1, 2 and 3 cards. But more, കൂടുതലുണ്ട്. 1, 2, 3, 4, 5 and 6 cards again. Do you know how? എനിക്കറിയാൻ വയ്യ. പക്ഷേ once again I am remove 1, 2 and 3 cards. So I am left with 1, 2, 3, 4, 5 and 6 cards.
സോ കൗണ്ടിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. എണ്ണുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ്. എത്രത്തോളം നമ്മൾ കാർഡുകൾ കളഞ്ഞാൽ വീണ്ടും വീണ്ടും കൗണ്ട് കൺഫ്യൂഷൻ ആയിക്കോട്ടെ. സോ കുട്ടികൾ എന്ന് പറഞ്ഞ വളരെ ഇപ്പോൾ കൺഫ്യൂഷനിൽ പോകുന്നതാണ്. സോ വിത്ത് എ കൗണ്ടിങ് മാജിക് ഐ വോണ്ട് എ ബോയ്, ഒരു കുട്ടി, ആൺകുട്ടി, പ്ലീസ്. യെല്ലോ ഡ്രസ്, യെല്ലോ ടീഷർട്ടിൽ ആരെങ്കിലും ഒരാൾ വാ, പഞ്ഞു വാ, വാ മോൻ വാ, ക്ലാപ്പ്. ഹായ് ഹായ്, മാജിക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എപ്പോൾ എത്തി? കുറേ നേരമായി വന്നിട്ട്. ഞാൻ കാത്തിരിക്കുമായിരുന്നു നിങ്ങളെ ഒരുപാട് നേരമായിട്ട്. ഏത് സ്കൂളിലാണ്? ഗവൺമെൻറ് എൽ പി എസ് കടമ്പനാട്. ഓക്കെ, കടമ്പനാട്. ഓക്കെ, കടമ്പനാട് എൽ പി എസിലെ കുട്ടികൾ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ 5th-ലാണ്. ഫിഫ്ത്തിൽ പഠിക്കുന്ന മോൻ്റെ പേര് അഭിനന്ദൻ. ഞാൻ ശരിക്കും മാജിക്കിൽ അഭിനന്ദനെ കാത്തിരുന്നത്. ഐ ഹാവ് സം റിങ്സ് ഹിയർ. മോൻ്റെ റിങ് ഉണ്ടോ? റിങ് ഉണ്ടോ? കയ്യിൽ റിങ് ഉണ്ടോ? വളയുണ്ടോ? ചെറിയ വളയുണ്ടോ? എൻ്റെ കയ്യിൽ വളയുണ്ട്. വള വെച്ചുള്ള മാജിക്കാണ് കേട്ടോ. വള കണ്ടിട്ടുണ്ടോ? വള എന്താണെന്നറിയോ? ഒരു ചെറിയ വളയാണ്. ഇറ്റ്സ് വെരി സ്മോൾ വൺ. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയുടെ വളയാണ് കേട്ടോ. വീട്ടിലെ കുട്ടിയുടെ വളയാണ്. ആനക്കുട്ടിയാണെന്നേ ഉള്ളേ. അപ്പോൾ ഇറ്റ്സ് എ റിങ്. കാണാമല്ലോ. മോൻ ചെയ്യേണ്ടത് ഈ റിങ് നന്നായിട്ട് ചെക്ക് ചെയ്യുക. എനി ഹോൾ ഹിയർ, എവിടെയെങ്കിലും വല്ല ഹോൾ ഉണ്ടോ ചെക്ക് ചെയ്യുക. നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് അവരെല്ലാവരുടെ റെപ്പാണ് മോൻ. മോൻ്റെ പേരെന്താ പറഞ്ഞേ? അഭിനന്ദ് ചെയ്യേണ്ടത് അതിനകത്ത് എവിടെയെങ്കിലും ഹോളോ മറ്റോ ഉണ്ടോ നന്നായിട്ട് ചെക്ക് ചെയ്യുക. എനി ഹോൾ ദർ ഇൻഫോം മീ. ഏതെങ്കിലും ഹോൾ അങ്ങനെ വീണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. ഹോളുണ്ടോ? ഇല്ല, ഉറപ്പാണല്ലോ. ഓക്കെ, എന്തായാലും ഇത്രയും വലിയൊരു ഹോള് കിടന്നിട്ട് വലിയ ഹോളില്ലേ മോനെ? ഇത് കണ്ടില്ല എന്നുള്ള വലിയ കഷ്ടമാണല്ലേ. മോൻ നോക്കിയ ഹോളല്ല ആണോ? ഹോളില്ലായിരുന്നോ? ഈ ഹോള് കണ്ടില്ലായിരുന്നു അല്ലേ? ഇതല്ല നോക്കിയത്. പിന്നെ ഇത് കണ്ടു, പക്ഷേ ഹോളായിട്ട് തോന്നിയില്ല. അപ്പോൾ എത്ര ഹോളുണ്ട് ഇതിൽ? ഇതിനകത്ത് ഹോളാണ്. ഓക്കെ, ശരി. ഓക്കെ, എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് റിങ്സ് ഉണ്ട്. ഞാൻ നേരത്തെ കൗണ്ട് ചെയ്ത് കണ്ടല്ലോ, എല്ലാം തെറ്റിച്ചു. അതുകൊണ്ട് മോനെ അങ്കിളെ സഹായിക്കേണ്ട കൗണ്ട് ചെയ്യാൻ. മോൻ ഏതാ എളുപ്പം? മലയാളമാണോ ഇംഗ്ലീഷാണോ എളുപ്പം? മലയാളം അല്ലേ? 1 2 അതെ. 1 2 3 1 2 3 ആണ് എളുപ്പം അല്ലേ? ഓക്കെ, 1 2 3 ആണ് എളുപ്പം. ആയിക്കോട്ടെ. സോ ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ മോനും കൂടെ കൗണ്ട് ചെയ്തോളണം. അല്ലെങ്കിൽ മോൻ കൗണ്ട് ചെയ്യും, ഞാൻ കൂടെ കൗണ്ട് ചെയ്യാം. 1 11 22. അങ്ങനെയാണോ? ഞാൻ തെറ്റ് വരുത്തിയോ? തെറ്റിച്ചോ അങ്കിള്? 1 11 2 ആണ്. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തു. മോറൊക്കെ പറഞ്ഞോളൂ. 1 2 3. സോ ഇറ്റ് ഇസ് 3 റിങ്സ്. മോൻ ലെഫ്റ്റ് ഹാൻഡ് ഏതാണ്? പുതിയ ലെഫ്റ്റ് ഹാൻഡ്. പുതിയത് ഇത് തന്നെ. പുതിയതും പഴയതും ഒരേ ലെഫ്റ്റ് ഹാൻഡാണ്. ഓക്കെ, കൈ നീട്ടിക്കോളൂ. ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് ഈ കൈ കൊണ്ട് ചെവി പൊത്തി പിടിച്ചു. ഇങ്ങനെ ഗുഡാണ്. എന്തിനെന്നറിയോ? സ്റ്റേജിൽ വന്ന് മാജിക്കൽ രഹസ്യം മുഴുവൻ ചോർത്ത് കൊണ്ട് പോകാൻ പാടില്ല. കാര്യം ഇനിയിപ്പോൾ അങ്കിള് പറയുന്നതിൻ്റെ പകുതിയെ കേൾക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ദെൻ 1 2 and 3 റിങ്സ് അഗെയിൻ. അപ്പോൾ എത്ര റിങ്ങായി? ഓക്കെ, എന്നെപ്പോലെ തെറ്റിച്ചില്ല അല്ലേ? സോ ഇറ്റ് ഈസ് 6. ഇപ്പോൾ ഒന്നും കേൾക്കത്തില്ലല്ലോ? ഇല്ല, നല്ല കുട്ടി. അപ്പോൾ 2 ചെവിയും കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 2 ചെവിയും പൊത്തി നമ്മുടെ അഭിജിത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഈ കയ്യിലിരിക്കുന്ന ഈ റിങ് കൊണ്ട് മാജിക് ചെയ്യാം. കൈ എടുത്തോളൂ, പകുതി കേട്ടോളൂ കേട്ടോ. സോ കം ഓൺ, ദ മാജിക് സ്റ്റാർട്ട്സ്. ജസ്റ്റ് എ ക്ലാപ്പ്. Now the magic happens this way. First one and the second one. Look here. Blow ചെയ്തൊന്ന് ഇതിലോട്ട് ഫൂ. That one. Okay, it's very easy to do. എന്താ ചെയ്യുന്നറിയോ? ശരിക്കും ഞാൻ പറഞ്ഞു മുമ്പേ, സ്റ്റേജിനകത്ത് വന്നാൽ സീക്രട്ട് മനസ്സിലാകുമല്ലേ? നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ യു വിൽ ഫീൽ ഇറ്റ് ഇസ് joined, but when you come to the back you know it is not joined. From the front you feel it's joined, but from the back side you see it's not joined. This way. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ you will feel it's joined like this. മോനറിയാം ഇതെന്തല്ല? ജോയിൻ്റ് ആണോ? അല്ല. ജോയിൻ്റ് ആണോ? അല്ല, ജോയിൻ്റ് അല്ല അല്ലേ? നമുക്ക് കണ്ടാൽ പെട്ടെന്ന് ജോയിൻ ചെയ്ത പോലെ തോന്നും. വി ഫീൽ സോ സോഫ്റ്റ്. ഗോ ആൻഡ്
Is it good on? Check, 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 check. So we have 3 rings. ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ അഭിജിത്താണ് ഈ മാജിക്ക് ചെയ്യാൻ പോകുന്നത്. ആര് റെഡി? മോൻ ചെയ്യേണ്ട മോൻ്റെ കൈവശം 3 റിംഗ് ഉണ്ട്. 1 2 1 3 3 റിംഗ് മോൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അല്ലേ? മോൻ 3 റിംഗ് കയ്യിൽ ഇതുപോലെ എടുക്കുക. അങ്കിൾ എടുക്കുക, ഇതുപോലെ കയ്യിൽ പിടിച്ചോളൂ. അപ്പുറം. എന്നിട്ട് അങ്കിൾ പറയും പോലെ ഉറക്കെ പറയണം. ഒരു എക്സ്ട്രാ മൈക്ക് തരാനില്ല, ഉറക്കെ പറഞ്ഞോളണം. അവർ കേൾക്കണം, മോൻ്റെ ഫ്രണ്ട്സ് കേൾക്കണം. മാജിക്കൽ കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഉണ്ട്, അല്പം കോൺഫിഡൻസിൻ്റെ പൊടി തരാം. ഒന്ന് വാറുന്നേ. അപ്പോൾ കോൺഫിഡൻസിൻ്റെ പൊടി കൊണ്ടാണ് നമ്മൾ ഈ മാജിക്ക് ചെയ്യാൻ പോകുന്നത്. ആര് റെഡി? ഞാൻ ഉറക്കെ പറയണം. ഞാൻ ലോകത്തെ 1-ാം നമ്പർ മജീഷ്യനാണ്. തെറ്റിപ്പോയി. 1-ാം നമ്പർ അങ്കിളാണ്. 2-ാം നമ്പർ ഞാൻ ലോകത്തെ 1-ാം നമ്പർ മജീഷ്യനാണ്. 3 2 1. അടുത്ത വർഷം പുസ്തക ഉത്സവത്തിൽ നമ്മുടെ അഭിജിത്തായിരിക്കും മാജിക്ക് ചെയ്യുക. അഭിനന്ദ് അല്ലേ? അഭിനന്ദാണ് മാജിക്ക്. ഓക്കെ ആയോ? ക്ലിയർ? എന്തോ മാജിക്ക്? ഒറ്റ വാക്കിൽ നമ്മുടെ റിങ്ങുകളെല്ലാം കോർത്തെടുക്കാൻ പറ്റും അല്ലേ? ഇനി ചെയ്യേണ്ടത് ആ 3 റിങ് കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ചേർത്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞ ഞാൻ ലോകത്തെ 1-ാം നമ്പർ 2-ാം നമ്പർ മജീഷ്യനാണ്. 3 2 1. പോരുന്നില്ലേ? ദാറ്റ്സ് ദ പ്രോബ്ലം. ചേർത്ത് പിടിച്ചു. ഞാൻ ലോകത്തെ 2-ാം നമ്പർ മജീഷ്യനാണ്. ഓക്കെ, വളരെ നന്നായിട്ട് മോൻ മാജിക്കിന് സഹകരിച്ചു. ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ മോന്? യു ലൈക്ക് ഇറ്റ്? മോന് ഇഷ്ടമായി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. താങ്ക് യു. സോ പിരിയുന്നതിന് തൊട്ട് മുൻപ് ഞാനൊരു മാജിക്ക് പഠിപ്പിച്ചിട്ട് പോകാം. മാജിക് അക്കാദമിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് മാജിക്ക് പഠിപ്പിക്കാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഐ ടീച്ച് യു എ മാജിക്. എത്ര പേർക്ക് മാജിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്? ആർക്കും താല്പര്യമില്ല എങ്കിൽ പഠിപ്പിക്കില്ല. മാജിക്ക് പഠിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? താല്പര്യമുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു മാജിക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങാം എന്ന് കരുതുന്നു. ഗുഡ് ഓൺ. അതിനു മുൻപേ ഞാൻ ഇവിടെ കടന്നു പോകുന്ന മുമ്പ് ഒരു സംഗതി കൂടെ പറയട്ടെ. സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ ഒരെണ്ണമാണ് ഈ നവംബർ മാസം പകുതി കഴിയുമ്പോൾ എൻ്റെ അമ്മ എന്നെ, ഇന്നിപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഒപ്പമില്ല, അമ്മ എന്നെയും കൊണ്ട് കുട്ടിക്കാലത്ത് വീടിന് പുറത്തിറങ്ങിപ്പോയിട്ട് തണുപ്പത്ത് പോയി തീ കായാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വിറകിന് തീയൊക്കെ കൂട്ടി അവിടെ ഞാൻ ചുറ്റാക്കാൻ ഞാനും അമ്മ ഇരിക്കുമ്പോൾ ഒരുപാട് കഥകൾ അമ്മ പറയും. ആ സമയത്ത് അമ്മ പറഞ്ഞിട്ടുള്ളത്, മോനെ ഇവിടെ ഇതൊന്നുമല്ല മഞ്ഞ്, കാശ്മീരിലെ സ്വിറ്റ്സർലൻഡിൽ പോയ മഞ്ഞ് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. വെറും നാട്ടിൻപുറത്തുകാരിയ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാണ് മഞ്ഞ് പൊഴിഞ്ഞ് വീഴുന്നതിനെക്കുറിച്ച് ഞാൻ അന്ന് ആശങ്കപ്പെട്ടു. അമ്മ എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, പക്ഷേ വല്ല ഹിന്ദി സിനിമയോ മറ്റോ കണ്ടപ്പോൾ അമ്മ കണ്ടതായിരിക്കാമെന്ന്. എങ്കിലും അമ്മ പറഞ്ഞ കുട്ടിക്കാലത്തെ മഞ്ഞ് പൊഴിഞ്ഞു വീഴുന്ന ഓർമ്മകളുണ്ടായിരുന്നു. ആ ഓർമ്മകൾ വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു മാജിക്കാണ് വിത്ത് മ്യൂസിക്. അതിനുശേഷം നമുക്ക് മാജിക്ക് പഠിക്കാം. ഓക്കെ. ഈ മാജിക്കിന് വളരെ ലൈറ്റായ ലളിതമായ ഒരു മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈലൻ്റായിട്ടിരുന്നാൽ മാത്രമേ മ്യൂസിക് പോലും കേൾക്കാൻ പറ്റൂ. But I personally like the music.
സോ നൗ ദ ടൈം ഫോർ ലേണിംഗ് മാജിക്. മാജിക് പഠിക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി നമുക്ക് ഏകാഗ്രതയാണ്, ശ്രദ്ധ വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ, കാരണം വളരെ പ്രധാനപ്പെട്ട മാജിക്കാണ്, വലിയ മാജിക്കാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്ന മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഫോർ ദാറ്റ് ഐ എം ടേക്കിംഗ് കർച്ചീഫ്, റെഡ് നിറമുള്ള ഒരു കർച്ചീഫ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഒരു ചുമന്ന റിബണോ മറ്റോ ഉപയോഗിക്കാം. ചുവപ്പ് തന്നെ വേണമെന്നില്ല, എനി കളർ. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ കർച്ചീഫിനെ എൻ്റെ കയ്യിലേക്ക് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണോ റൈറ്റ് ഹാൻഡിലാണോ, നേരത്തെ മോള് പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ചെറിയ ജോലിയെ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ്. വെരി ഗുഡ്, നല്ല ഒബ്സർവേഷനാണ്. ഓക്കെ, ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തോട്ടെ. ഇത്ര വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് പറയുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല മുൻപും. സോ നൗ ദ ക്വസ്റ്റ്യൻ, ഹിയർ ഓർ ഹിയർ? ഒരാൾ മാത്രമാണ് നമ്മളുടെ കാര്യം. മോളുടെ പേരെന്താണ്? സൈനാഥ് അല്ലേ? ഓക്കെ, മോള് കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചു. കാര്യം ഈസ് നോട്ട് ഇൻ മൈ റൈറ്റ് ഹാൻഡ്. മോള് പറഞ്ഞു ഇറ്റ്സ് ഇൻ ദ ബോക്സ്. ഞാൻ എൻ്റെ അത്തരം നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നോക്കിയത്. നന്നായിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങളത് കണ്ടത്. റിയലി ഞാൻ സിൽക്കങ്ങ് ഇട്ടില്ല, പക്ഷെ ഞാൻ ആ ബോക്സിലെ കൈകൊണ്ട് പോകുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിയല്ലോ. അതാണ് വേണ്ടുന്ന ക്വാളിറ്റി. ഓക്കെ, മാജിക് എൻ്റെ ആകാറായപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ വന്നു. അപ്പോൾ അവർക്കൊരു മാജിക് പഠിച്ചിട്ട് പോകാം. ഓക്കെ, സോ ഫോർ ദിസ് മാജിക് നമുക്ക് വേണ്ടുന്നത് ഒരു കർച്ചീഫ്, ചുമന്ന കർച്ചീഫ്. പിന്നെ വേണ്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാജിക് സാൾട്ട്, കോൺഫിഡൻസ് തരുന്ന ഒരു സാൾട്ട്. ഇത് വായിക്കാത്ത ഒഴിക്കാനല്ല, ഇനി ഇത് മറ്റൊരു കാര്യത്തിനാണ്. സോ ഈ രണ്ട് സാധനമാണ് വേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ വേണ്ടുന്ന ഒന്ന് ഒരു കർച്ചീഫ്, മറ്റൊന്ന് സാൾട്ട്. ക്ലിയർ? ചെയ്യേണ്ടുന്നത്, ഞാൻ എൻ്റെ കയ്യിലേക്ക് കർച്ചീഫ് വയ്ക്കുമ്പോൾ വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി പുതിയ കുട്ടികളാണ്, ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ്. കേട്ടോ? നിങ്ങൾ പറയണം ഈ കർച്ചീഫ് ഇടത് കയ്യിലാണോ വലത് കയ്യിലാണോ എന്ന് പറയണം. ഓക്കെ, എന്നിട്ട് നമുക്ക് പഠിക്കാം. എവിടെ? റൈറ്റോ ലെഫ്റ്റ്? റൈറ്റിലാണ്. ഇതിലാണോ? ഇതിലോ? ഓക്കെ, ഒരുപാട് പേർ ശ്രദ്ധിച്ചു. ഇതിനകത്തല്ല, ഇതിനകത്താണ്. സോ മാജിക്ക് പഠിക്കാൻ പോവാണേ. ഞാൻ കർച്ചീഫ് ഇതിനകത്തേക്ക് വെക്കുന്നു. ദെൻ മാജിക്കിൻ്റെ സാൾട്ട് ഉണ്ട്. ഇത് ദ മാജിക് സാൾട്ട്. അതെടുത്ത് കർച്ചീഫിന് മുകളിൽ ഇതുപോലെ ടപ്പ് 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 ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മാജിക്കിന് ആക്ഷൻ കൊടുക്കുക. ദെൻ ആ റെഡ് സിൽക്ക് ഉണ്ടല്ലോ, ഒരു വൈറ്റ് എഗ്ഗായി മാറും. സീക്രട്ട് പഠിക്കണോ? പഴയ ആൾക്കാർ എല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞു. പുതിയ ആൾക്കാർ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. സോ യു ആർ ഗോയിങ് ടു ലേൺ ദിസ് മാജിക്. എങ്ങനെയാണ് റെഡ് സിൽക്ക് ഒരു വൈറ്റ് എഗ്ഗായി മാറിയെന്ന്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾക്കും ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ പറ്റില്ല, മജീഷ്യനും ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സിൽക്കിനെ എഗ്ഗാക്കി പറഞ്ഞാൽ എന്തൊക്കെ വേണ്ടി വരും? ഒരു സിൽക്കും വേണം, ഒരു എഗ്ഗും വേണം. സത്യത്തിൽ ഇതിൽ എഗ്ഗേ വേണ്ട. ഒരു എഗ്ഗ് വീട്ടിൽ ചെന്ന് എടുത്തിട്ട് എഗ്ഗിൻ്റെ ഒരു ഭാഗത്തായിട്ട് പതുക്കെ സൂചി കൊണ്ട് പതുക്കെ കുത്തി കൊടുക്കുക. അപ്പോൾ ഹോള് വീഴും. മറുഭാഗത്ത് പതുക്കെ കുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോള് വീഴും. എന്നിട്ട് നന്നായിട്ട് കുലുക്കാൻ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ബ്ലോ ചെയ്താൽ അകത്തെ കണ്ടൻ്റെ മുഴുവൻ പുറത്തേക്ക് തെറിച്ച് പോകും. താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയും ആക്കാം. അല്ലേ? എന്തായാലും കണ്ണിൻ്റെ പുറത്തേക്കോ അകത്തേക്കോ കളയുക. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ചും കൊണ്ട് ഈ മുട്ടയുടെ തോടിൽ പതുക്കെ കൊട്ടുക. മുട്ട കഴിയുന്നത് അറിയാൻ പറ്റും. തോട് കഴിഞ്ഞ ആൾക്കത്തിന് പാടയുണ്ട്, ഒരു ചെറിയൊരു നേർത്ത സ്ഥലമുണ്ട്. അതുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഹോൾ. യെസ് അല്ലേ? അങ്ങനെ കിട്ടുന്ന എഗ് ഷെല്ലിനെ നമ്മൾ സോപ്പ് വെള്ളം നന്നായിട്ട് കഴുകുക. അകത്തും പുറത്തും ഫെവിക്കോൾ തേച്ച് മിനുക്കിയെടുക്കുക. കാര്യം പെട്ടെന്ന് പൊട്ടിപ്പോകുക. ചെറിയ തട്ടിലൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്തും പുറത്ത് ഫെവിക്കോൾ കൂടി തേച്ചെടുക്കുക. മാജിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെ മജീഷ്യൻസ് എഗ് എന്ന് വെച്ചാൽ മജീഷ്യൻ ഇട്ട മുട്ടയല്ല കേട്ടോ. മജീഷ്യന്മാർ ഉപയോഗിക്കുന്ന ആ ഒരു മുട്ട ഉണ്ടാകണം. പിന്നെ ഇതുപോലെ സിൽക്കും ഉണ്ടാകണം. എല്ലാവരും സിൽക്ക് കാണിക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ച് സിൽക്ക് കയ്യിൽ കയറ്റുമെന്ന് പറയും. പക്ഷേ നമ്മുടെ വലത് കയ്യിലെ ചൂണ്ടുകൾ ഉപയോഗിച്ചും കൊണ്ട് ഈ ഹോളിനകത്തേക്ക് പതുക്കെ 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 സിൽക്ക് തിരികെ കയറ്റുക. അണ്ടർസ്റ്റാൻഡ്? പക്ഷേ ഇങ്ങനെ കയറ്റി എല്ലാവരും അറിയുമല്ലോ. അതുകൊണ്ട് ഇവിടെ ചെയ്യുക. ഇവിടെ ചെയ്താലും എല്ലാവരും അറിയും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മൂവ്മെൻറ്റിൽ എന്ത് ചെയ്യുക? പതുക്കെ പതുക്കെ സിൽക്ക് ഫുൾ അകത്തേക്ക് പോട്ട് ചെയ്യും. പക്ഷേ മാജിക് വിജയികൾ നേരത്തെ പറഞ്ഞ അബ്രാക്കഡബ്ര ഹോക്കസ് ഫോക്കസ് മന്ത്രം പറയണം. അതല്ലെങ്കിൽ മാജിക് വടി വേണം. അതല്ലെങ്കിൽ നേരത്തെ കണ്ട പോലത്തെ മാജിക് സാൾട്ട് വേണം.
ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാജിക് നടക്കും. അല്ലാണ്ട് എഗ് സിൽക്ക് പോയാൽ ഉടനെ എഗ് എന്ന് കാണിക്കരുത്. ഇറ്റ് ഇസ് നോട്ട് മാജിക്. സിൽക്ക് പോയി കഴിഞ്ഞാൽ എഗ്ഗ് കയ്യിൽ തന്നെ വയ്ക്കുക, എന്നിട്ട് മാജിക് സാൾട്ട് വേണം. മനസ്സിലായോ? അപ്പോൾ എഗ്ഗ് കയ്യിലേക്ക് വെച്ചിട്ട് സാൾട്ട് എടുക്കുക, സാൾട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കുടയുക. എന്താണ് ഈ സാൾട്ട്? ഒന്നുമില്ല, ഐ ഡ്രോപ്പിൻ്റെ ബോട്ടിലാണ്, ഇതിനകത്തൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങനെ കുടയുക. അപ്പോൾ ആൾക്കാർ തോന്നും നമ്മൾ സിൽക്കിനകത്തേക്ക് ഈ സാൾട്ട് കുടഞ്ഞെന്ന്. നമുക്കറിയാം ഇറ്റ് ഇസ് നോട്ട് സിൽക്ക്, സിൽക്കല്ല. പിന്നെ എന്താണ് ഇതിനകത്തിരിക്കുന്നത്? എക്ഷൽ അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടുന്നത്. മനസ്സിലായോ? അതിനുശേഷം കൈ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സിൽക്ക് പിൻഭാഗത്താകുന്ന തരത്തിൽ പതുക്കെ ഓപ്പൺ ചെയ്യുക. സൂക്ഷിച്ച് വെരിഫൈ ചെയ്യുക. സിൽക്ക് ബേക്കിലാണെന്ന് ഉറപ്പായതിനു ശേഷം പതുക്കെ ഓപ്പൺ ചെയ്യുക. തിരിച്ച് ബേക്ക് വശം കാണിക്കരുത്. ചില ആൾക്കാർ മണ്ടരല്ല, അവർ പറയും കറങ്ങി കാണിക്കാൻ പറയും, പിൻഭാഗം കാണിക്കാൻ പറയും. കാര്യം നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാര്യം അവിടെ സിൽക്ക് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ചോദ്യം വരുന്ന മുമ്പ് തന്നെ നമ്മൾ എഗ്ഗായാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക? ഇതുപോലെ കറങ്ങി കാണിക്കുക. കയ്യേ കറങ്ങാവൂ, എഗ്ഗ് കറങ്ങരുത്. റൈറ്റ്? കൈ മാത്രം കറങ്ങുക, എഗ്ഗ് കറങ്ങിക്കരുത്. ക്ലിയറായോ? പഠിച്ചോ? ഓക്കെ, വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്കിളിനെ മാജിക് പഠിപ്പിച്ച മാജിക് അധ്യാപകൻ ഇതുപോലെ തന്നെ നിങ്ങളിരിക്കും പോലെ ഞാൻ സ്റ്റേജിൽ കാണാനിരുന്നപ്പോൾ ഈ പ്രോഗ്രാം ചെയ്തു. ഇതുപോലെ വന്ന് അദ്ദേഹം എഗ്ഗ് കാണിച്ചു, എന്നിട്ട് കയ്യിലുടനെ എടുത്ത ഉടനെ കറക്കി കാണിച്ചു. ആൾക്കാർ കൈയടിച്ചു. എൻ്റെ മാഷിന് സന്തോഷമായി. അദ്ദേഹം വീണ്ടും കറക്കി പെട്ടെന്ന് തിരിഞ്ഞു പോയി. ആൾക്കാർ ചോദിച്ചു, എന്തുകൂടെ കാണുന്ന റെഡെന്ന് ചോദിച്ചു. മാജിക് പൊളിഞ്ഞു. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അവിടെ നിന്ന് വിയർത്തു പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തോ പൊട്ടോ പേപ്പറോ അല്ലേ? അദ്ദേഹം ഇത് ആ സിൽക്കിനെ ഇങ്ങനെ എടുത്ത് അവിടെ നീക്കം ചെയ്തു. ദെൻ ഹി ടുക്ക് എ ഗ്ലാസ് ദർ. എന്നിട്ട് ആ സിൽക്ക് കയറിപ്പോയ മുട്ടത്തോടിനെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഉടച്ച് വീഴ്ത്തിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് റിയൽ എഗ്. സോ ഈ മാജിക് എപ്പോഴെങ്കിലും ഫെയിൽ ചെയ്യാൻ തോന്നുന്നെങ്കിൽ ഇതുപോലെ റിയൽ എഗ്ഗാക്കി മാറ്റിയിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. സോ നമ്മൾ ഇതിവിടെ വരുവാൻ, ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി മാറുവാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായതിന് ഈ പുസ്തകോത്സവത്തിൻ്റെ എല്ലാ സംഘാടകരോടും പ്രത്യേകിച്ചും എന്നെ പരിചയപ്പെടുത്തിയ മാജിക് അക്കാദമിയോടും നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ മാജിക് കാണുന്നതിന് വേണ്ടി ഒത്തിരി പേർ സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഒത്തിരി പേര് പിന്നിലിരിപ്പുണ്ട്. എല്ലാവരും പ്രത്യേക പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം ഇതുവരെ മാജിക് ആസ്വദിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരും നന്ദി പറഞ്ഞുകൊണ്ട് പിൻവാങ്ങും. തൊട്ട് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. മുമ്പ് യഹൂദി മെനൂഹിൻ എന്ന് പറഞ്ഞ ഒരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്നു. 1951 അദ്ദേഹം ഇന്ത്യയിൽ വരും തോന്നുന്നു. വന്നപ്പോൾ മുംബൈയിൽ അദ്ദേഹത്തിന് ഷോ നടന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഷോ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ഓരോരുത്തരും ഓട്ടോഗ്രാഫ് പിടിക്കാൻ വേണ്ടി പാഞ്ഞു വന്നു. അത് എല്ലാവർക്കും ഓട്ടോഗ്രാഫ്, തൻ്റെ ഗോൾഡൻ ക്യാപ്പ് ഉള്ള പേന കൊണ്ട് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും ഒപ്പിട്ട് വാങ്ങി. അദ്ദേഹം ലാസ്റ്റിൽ പേന പോക്കറ്റ് ചെയ്യാൻ നേരത്ത് അതിന് കോട്ടിലൊരു വലി നോക്കുമ്പോൾ കൊച്ചുകുട്ടിയാണ്. അവൾ ഓട്ടോഗ്രാഫ്. അദ്ദേഹം പറഞ്ഞു, അങ്കിൾ തളർന്നു പോയി മക്കളെ, പിന്നൊരിക്കലാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത്, അങ്കിൾ എൻ്റെ കൈ നോക്കൂ എന്ന് പറഞ്ഞു. ആ കൈ ചമം തൊടുത്തിരിക്കുകയായിരുന്നു, ചെമ്പരത്തിപ്പൂ പോലെ. അവൾ പറഞ്ഞു, പ്രോഗ്രാം തുടങ്ങിയ ടൈം മുതൽ ഇതുവരെ ഞാൻ കൈയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്കിളെ എന്ന് പറഞ്ഞു. ഞാൻ വളരെ ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഈ മുംബൈയിൽ അങ്ങയുടെ ഷോ കാണാൻ വന്നതെന്ന് പറഞ്ഞു. യഹൂദിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതേ കുച്ചെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൾ കൊണ്ടുവന്ന നോട്ട്ബുക്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ എവിടെയാണ് ഓട്ടോഗ്രാഫ് തരികയെന്ന് ചോദിച്ചിട്ട് ആ കുഞ്ഞിന് നെറുകയിൽ മുത്തം വെച്ചു. തൻ്റെ ഓട്ടോബയോഗ്രഫി അദ്ദേഹം പറയുന്നത് ഏതൊരു കലാകാരനായിക്കോട്ടെ, അയാൾ എത്ര സ്കിൽഡ് ആയിക്കോട്ടെ, പക്ഷേ ഇതുപോലെ ഓഡിയൻസ് പ്രോഗ്രാം കാണുവാനില്ല എങ്കിൽ, കൈയടിക്കുവാനില്ലെങ്കിൽ ആ കല കൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ ഇവിടെ തുടങ്ങും മുതൽ അവസാനം വരെ എനിക്ക് നൽകിയ ഓരോ പ്രോത്സാഹനം നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഒരു സ്നേഹം, ഈ ഒരു സഹകരണം, ഈ ഒരു അഭിനന്ദനം മനസ്സൂക്ഷിക്കുന്നതെന്നും ഓർമ്മിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. ഒപ്പം എനിക്ക് വേണ്ടി നല്ല രീതിയിൽ ശബ്ദവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചേട്ടനുണ്ട്. അവരുടെയൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റ, ബൈ ബൈ.